നമുക്കൊരു 5 മിനിറ്റ് എടുത്ത് തുടങ്ങാം. 8:03 8:08 തുടങ്ങാവേ. ഓക്കെ, എന്താ ഇപ്പോൾ അടുത്തൊക്കെ എക്സാം അടുത്തില്ല? എല്ലാവർക്കും ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ആയി തുടങ്ങി. 8 മണിയായി. ഉറങ്ങുമോ നിങ്ങൾ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ? അവിടെ എന്തായാലും ഇവിടെ ഇരിക്കുന്നത് വെറുതെ ആവില്ല. കാരണം നമ്മളൊരു ഷടപടയെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം അടിച്ച് വിടാൻ പോവാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പറയുള്ളൂ, അത്രയും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക, ഇപ്പോൾ 12-ാം തീയതി എക്സാം അല്ല, ഒരു 3 ദിവസം മുമ്പൊക്കെ 2 മണിക്കൂർ രാത്രിയൊക്കെ ഇരുന്ന് വേസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മെയിനായിട്ട് is there any non-Malayalis out there? Any non-Malayalis? Any non-Malayalis? Please respond ASAP. If there is any non-Malayalis out there, please do reply me ASAP. വേഗം 8:05 2 മിനിറ്റ് കൊണ്ട് തുടങ്ങും. 2 മിനിറ്റ് കൊണ്ട് തുടങ്ങും. ഓക്കെ, അബ്ദോയ് അസ്വാനി എസ് ആർ നോൺ മലയാളീസ്, റൈറ്റ്? Okay, fine. Okay, so I'll be mostly using English, but at times I may use Malayalam. But if so I'm using Malayalam, I will tell the same in the English also. Okay, I hope you people will be able to catch me. So you're having your NEET exams at 2 days ahead, right? So I hope you have finished your revision. No, it's not possible because I myself was a NEET student and my revision was not over yet. Even in some chapters, some areas I didn't even revise one time also. So it's not a big deal. Okay, you people may be very much tense at this time. You may be thinking, I didn't look that, I didn't look this, blah blah. Don't worry. Okay, just keep your calm. You have prepared something. Okay, the thing that we have the most is that before exam, what we have most is that we feel like we have prepared nothing. നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് വെറുതെ ഇങ്ങനെ തോന്നും. പക്ഷെ അത് വെറും തോന്നൽ മാത്രമാണ്. ഓക്കെ, യു ഹാവ് വാട്ട് വർക്ക്ഡ്, യു ഹാവ് പുട്ട് എഫേർട്ട്. ഓക്കെ, ദാറ്റ് വിൽ കൗണ്ട് ഫോർ ഷുവർ. ഓക്കെ, യു ഹാവ് if you even you have done one question, that I'll show in the question above. Okay, so you have come a long way. It's just 2 or 3 days. Don't waste your sleep. Don't be over stressful. Don't do all such things. Okay, be confident, be calm, just go give a shot. Okay, if not so, let it be. Okay, if not so, you didn't get this time, we'll go for the second time, that's it. But I hope everybody clears this time. Okay, I have told you several times, NEET examination is not a very big complex examination. I have told you several times, this is one of the most logical exams ever. Okay, once you have put your hard work, കുറച്ചൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, കുറച്ചൊരു നിങ്ങൾ കുറച്ചൊന്ന് പ്രശ്നം ഉള്ളിൽ ഞാൻ എത്രയോ വട്ടം പറഞ്ഞ കാര്യം വീണ്ടും തന്നെ പറയുകയാണ്, ഇതല്ല കാര്യം, ഇവിടെ നിന്നാണ് കാര്യം. ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രത്തോളം അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നത്, ഹൗ മച്ച് വി ഹാവ് സാക്രിഫൈസ് ഫോർ ഇറ്റ്, ഹൗ മച്ച് വി ഹാവ് cut off all the lavishness for it. That will count for the exam. So that's what ultimately that counts. Okay, examination people say what luck didn't favor me. I don't believe there is something as a very big role that luck plays. ഭാഗ്യം എന്ന സാധനം ഒരുപാട് വലുതൊന്നും. എന്താണ് ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു കൊല്ലം ചെയ്ത മൊത്തം നമ്മളിങ്ങനെ പേടിച്ചു, അയ്യോ ഭാഗ്യമില്ല, അതല്ല. നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? വി ആർ നോട്ട് പ്രിപ്പയർഡ് or we are very much stressful. No need of such things. Okay, you have prepared something. Okay,
ഒരു കൊല്ലോ അല്ലെങ്കിൽ 2 കൊല്ലമായിട്ടൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളൊരു പൊട്ടനാണെന്നുള്ള തോന്നൽ മാത്രം മതി, നീറ്റ് കിട്ടും. ഞാൻ വീണ്ടും പറയുന്നത് ഭയങ്കര സിമ്പിൾ എക്സാം ആയിരിക്കും, ഭയങ്കര സിമ്പിൾ എക്സാം ആയിരിക്കും. അത് എത്ര വട്ടം വേണമെങ്കിൽ പറയാം. നിങ്ങൾ എന്താ പറയുക, ഡോപ്പയിലോ വേറെ ഏതൊരു കോച്ചിങ് സെൻറ്ററിലും ചെയ്ത ക്വസ്റ്റ്യൻസിനെക്കാട്ടിയും എത്രയോ സിമ്പിൾ എക്സാംസ് ആയിരിക്കും. ഓക്കെ, so it will be such a simple exam that the questions will be so simple than that you did in your coaching centers or any guides, etc. So exam is going to be very simple, and today we will be doing only previous year questions. Okay, so I have told you before so I have told you before what NEET examination mainly focuses on, or more than 50%. I'm stressing the more than 50% is mostly the +1 part, and within the +1 part it is mechanics. Mechanics എന്ന ഭാഗമാണ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ രണ്ടാമത് സെക്കൻഡ് വെയിറ്റേജ് ആർക്കാണ്, റേ ഒപ്റ്റിക്സ്, ആ ഒരു ഭാഗത്തിനാണ്. പിന്നെ ഓൾ ദോസ് യുവർ +1 സ്റ്റാർട്ടിംഗ് ചാപ്റ്റേഴ്സ്, യുവർ electrostatics, the capacitance, current, electricity, magnetism, electromagnetic induction, alternating current, all these are having equal weightages, like 5%, something like that. So the beauty of that +2 part 1 chapters, if you have studied the first 2 chapters, then the corresponding magnetic chapters also will be similar. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫസ്റ്റത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഭാഗത്തിന് ഈ വരുന്നിടത്തൊക്കെ ബി വരുന്നതാണ് എന്ത്, മാഗ്നറ്റിസം ആൻഡ് ഇൻഡക്ഷൻ അല്ല മറ്റേ നാലാമത്തെ പാഠം എന്താടാ, പാഠത്തിന് പേര് വരുന്നില്ലല്ലോ, എന്തോ ആയിക്കോട്ടെ. അപ്പം the first chapter is almost ditto of the first magnetic chapter, and the second chapter is almost ditto of the second magnetic chapter. So it's very much simple to study, and as far as a NEET student is concerned, you will not get any tough questions from the electrical part mostly. Okay, if so they are aiming to some sort of a twisted question, it will be mostly from mechanics. That is what the history says. Okay, എന്തെങ്കിലും ഒരു ചുറ്റി വളഞ്ഞ് നിങ്ങളൊന്ന് കൊടുക്കണമെന്ന് തോന്നിപ്പിക്കുകയാണെങ്കിൽ ഒട്ടുമിക്കപ്പോഴും അത് വരുന്നത് ഒന്നെങ്കിൽ മെക്കാനിക്സ് എന്നാവും അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എന്നാവും. ഓക്കെ, ഒട്ടുമിക്കപ്പോഴും അങ്ങനെയാണ് വരാറ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് യു വോണ്ട് ഗെറ്റ് വെരി കോംപ്ലെക്സ് സർക്യൂട്ട്സ് ആൻഡ് ഓൾ. ബേസിക് സർക്യൂട്ട്സ്, basic questions, simple electric field at an axial point, electric field and equatorial point, that is the most thing that have been asked from the electricity chapter. So today our main focus will be we will do a lot number of questions from the mechanical part. Okay, mechanics എന്നുള്ള ഭാഗത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ mostly we will do some questions from the fluids. Some of you students have requested us to revise thermodynamics. You people are pretty anxious about the chapter thermodynamics, so I have included a lot number of questions from thermodynamics also, and some of you have also asked to recap fastly what is ray optics. So we'll if time so permits us, we'll go for ray optics also. So everybody relax, this is a revision session. Okay, I have introduced only previous year questions. Why? So I'm not inculcating very tough questions, no, basic medium level NEET questions pakka. If you have covered already all the NEET previous year questions, then this will be such a piece of cake for you. Okay, PDF ഒക്കെ ഷെയർ ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. Okay, so let's start. So the first chapter, such is a chapter, there is mainly 3 things that you should be knowing from the first chapter. What is the 3 things that you should be knowing? First is conversion of units, SI unit to CGS unit. Second is deriving of equations, suppose like this is one of the example. If energy is E, velocity is V, time is T, then represent surface tension. This is the second part. And third part is checking the correctness of equation. Okay, this is and the fourth part is the error part. Okay, different types of relative error, absolute error, their calculation percentages, etc. So that is the main, that is only units and measurements എന്ന പാഠത്തിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഏത് കാര്യമുള്ള നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കുക, ഈ കാണുന്ന റിലേഷൻ കണ്ടുപിടിക്കുക, കറക്റ്റ്നസ് ഓഫ് ദി ഇക്വേഷൻ, SI യൂണിറ്റ് ടു CGS യൂണിറ്റ്, എറേഴ്സ്, ദിസ് ഇസ് ദ മോസ്റ്റ് തിങ്. പിന്നെ വെർണൽ കാലിപ്പേഴ്സ് ഒക്കെ വളരെ റെയർ ആയിട്ട് പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ബെറ്റർ ഇഫ് യു നോ, പക്ഷേ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ സിലബസ് ഒന്ന് വെർണൽ കാലിപ്പറിനെ ചോദ്യം ഒന്ന് കണ്ടിട്ട് കുറേ കാലമായി, അപ്പം അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് നിങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് energy E, velocity V, and time T are chosen as a fundamental quantity. Is the dimension formula surface tension. You know surface tension is it is force per unit length. So what is surface tension's dimension formula? It is m T raised to minus 2. ml T raised to minus 2 is force divided by L cancels of m T raised to minus 2 is surface tension. Is directly proportional to what is the quantity is given?
E raised to A, V raised to B, T raised to T. What is E? E is energy. What is energy? Energy is work. What is work? It is force into displacement. What is force? ml raised to minus 2 into L. So what is the dimension formula? ml square T raised to minus 2 whole raised to A. Right? Now what is B? It is velocity. What is velocity? Is dimension lt raised to minus 1 whole raised to b. Now what is t? It's again t raised to c. So simply I'm equating, I'm writing all the like terms together. So m raised to a, l raised to 2a minus b, t raised to minus 2a minus b plus c. This is what mt raised to minus 2 is. Now what equating the like terms? So m is raised to 1 power, m is raised to a here. So what is a? A is simply 1. Now look, L is raised to 2a minus b. What is L's power here? L's power is 0, right? L does not exist, so L raised to 0. So it is simply 2a minus b is equal to 0. What is a? A is 1. Substitute it here. 2 minus b is equal to 0, or b is equal to this തെറ്റുണ്ടടാ. B is equal to 2, right? Am I wrong? Malayalam. Okay, Malayalam it is. T il B ille. LT raised to minus 1 raised to B. It's there, velocity. Time t. Yeah, everything is good, I guess. Something is fishy. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. 2a ml square t raised to minus 2a. Let's see. Okay, fine, whatever it is. So minus 2a minus b plus c, that is t's power. Like t in the power on the minus 2a minus b plus c. But the t in the power on the minus 2 is equal to minus 2. I know what a is. What is a? A is simply 1. A is simply 1. So a is simply 1. Minus 2 plus c is equal to minus 2. Something is wrong. I don't know what is wrong. I have 4 minus 2, that is equal to 2. So c is equal to 2, b is equal to 2, a is equal to 1. Does such an option exist? No, such an option does not exist. Come on, help me, come on. 2a plus b ano? Oh, thank you. It's 2a plus b, my mistake, okay? It's plus b here. It's 1, right? Plus b, sorry. Thank you for that. So 2a plus b, so b is minus 2. Okay? Place b is equal to minus 2. So substitute it here also. I'm sorry, okay? I'm sorry. For minus b plus b, c is equal to what? C is equal to minus 2. So these are the powers. B is minus 2, c is minus 2, a is 1. So the answer is e raised to 1, v raised to minus 2, t raised to minus 2. Does such an option exist? Such an option exists? Yes, well and good. It's option A. Okay? Okay, fine. എന്താ അറിയോ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണും. നമ്മൾ റാൻഡം ആയിട്ട് ഇപ്പോൾ 2 പാഠത്തിൽ നോക്കിയത് ഡിഷ്. ഓക്കെ, പ്രീവിയസ് ഒരു ഗൈഡ് ഉണ്ട്, ആ ഗൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഡിഷ്. നമ്മൾ നോക്കുന്നില്ല എന്ത് ക്വസ്റ്റ്യനാണെന്നും. നമ്മൾ കുറച്ചൊരു ക്വസ്റ്റ്യന് കുറച്ച് വലുപ്പം തോന്നുന്നു, കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് തോന്നുന്നു, ഇടുന്നു. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടല്ല അവിടെ വരുന്നത്. അപ്പം ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു വെപ്രാളത്തിലാണ്. നമുക്ക് 2 മണിക്കൂർ സമയമുണ്ട്, 30 പാഠത്തോളുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കുറേ പേര് ഇംഗ്ലീഷ് പറയുന്നു, കുറേ മലയാളം പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഒരു സൈൻ മാറിപ്പോയി, ക്ഷമിക്കണം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In an experiment, 4 quantities A, B, C are measured with a percentage error 1, 2, 3 and 4 respectively. Quantity P is calculated as follows. P is equal to A raised to 3, B raised to 2 divided by CD. Okay, error in P is simple sadhanam. What is error in P? Delta P by P into 100. What is it? It is simply 3 into delta A by A into 100 plus, you know what it is.
2b into 100 plus delta c by c into 100 plus delta d by d into 100. So you have to simply multiply the power into the error. So it is 3 into 1 plus 2 into 2 plus 3 plus 4. This is A, this is B, this is C, this is D. So 3 plus 4 plus 3 plus 4. 3 plus 4 plus 3 plus 4, that is 14. Option C. Simple mathematics. Simple sadhanam. Okay. Now moving on to the next chapter. So what? Motion in one dimension. Look, motion in one dimension is actually the foundation of mechanics. Okay, motion one dimension question waste it will build your base that much stronger. Okay, for questions motion one dimension mechanics is simple. Mechanics motion one dimension such a simple, but 3 equation v is equal to u plus at, s is equal to u2 plus half square, s is v square is equal to u square plus 2s, and the 3 ratios. Do you know the 3 ratios? I don't know whether you people have heard the capsule classes. I have stressed that much. Stress 3 ratios. Ratios are do you people know what the 3 ratios are? Please respond me ASAP. In the meantime, I will do this question. Okay. So if the velocity of a particle is v is equal to at plus bt square, where a and b are constants, then the distance traveled by it in 1 second, 2 seconds are simple. Velocity is given. We have to find what distance. So what is the process that we have to go through? Integration on a process. So v is simply what? At plus bt square. Acceleration, velocity, displacement. If you are going in this direction, it is integration. If you are going in this direction, it is what? Differentiation. The simple sadhanam. So we have given with velocity. Now we have to find what? The distance or the displacement. So we have to do what? Integration. That is what the chart says or flow chart says. So I am integrating on both sides. Integral v dt is equal to integral at plus bt square. What are the limits given? 1 second to 2 seconds. So what is v dt? It is simply x. X is equal to, I am what? Integrating both terms. Simple max. At square by 2 from 1 to 2 plus b t cube by 3 from 1 to 2. Okay, fine. So x is equal to, so നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, എന്തിൻ്റെ ആവശ്യമില്ലല്ലോ, 3 റേഷ്യോസിന് ആവശ്യമില്ലല്ലോ. If so you want, please you say I do answer. Yes, no, എനിക്ക് എന്താ മനസ്സിലാവുന്നില്ല. So x is equal to, okay, simple integration. What is the simple integration? Simply applying the upper limits and the lower limits. So upper limits becomes a is outside. It is 2 square, 4 by 2, 2 minus 1 by 2. It is 3 by 2. 3 by 2 plus b by 3 outside. 8 minus 1. What is 7? So 7 by 3. So 3 by 2a plus 7 by 3b. That is your answer. Does such an answer exist? Yes, option A. Okay, simple mathematics. The only thing that you have to know is, for finding the distance, we have to integrate. Our basic maths. Now, what will be the ratio of the distance moved by what? Okay. Okay, now what will be the ratio of the distance moved by a freely falling body from rest in 4th second and 5th second of the journey? So, what is the data given? We are having a freely moving body. Okay, let us consider we are dropping a ball. At a height, we have a ball. Okay, we have a ball. So, we have to 4th second, 5th second. Okay, in the 4th second, not total 4th second, no. In the 4th second, in the 5th second, what is this ratio? That is what they are asking us. Okay, this you can do in several ways. You can do. The conventional way, which a plus 2 student will do, is that he'll find the total S4, like ut plus half at square. Instead of t, he'll substitute 4. So he'll find total S4. Then he'll find total S3. Okay, total S3. Total S3, total S4. So in order to get this 4 second, what he'll do? S4 minus S3. Okay. Now in order to find this distance, what he'll do? He'll find total S5.
Okay, and he'll subtract what? He'll subtract S4. So S5 minus S4 is this distance. So it's such a long process. If a NEET student is going to do by this process, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. നമ്മോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ബോട്ട് ഉണ്ട്, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സമയം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കില്ല 4ാമത്തെ സെക്കൻഡിൽ മാത്രം സഞ്ചരിച്ച ദൂരവും 5ാമത്തെ സെക്കൻഡിൽ മാത്രം സഞ്ചരിച്ച ദൂരവും തമ്മിലുള്ള റേഷ്യോ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇവർ റേഷ്യോ എന്തെന്നാണ് ചോദ്യം. സോ ഒരു കൺവെൻഷനായിട്ട് +2 പഠിക്കുന്ന കുട്ടി ഇതെങ്ങനെ ചെയ്യുക അറിയോ? ഈ മൊത്തം ദൂരം കണ്ടുപിടിക്കും. S4. How will you find S4? ut plus half at square. Instead of t you will substitute 4. ഓക്കെ, മൊത്തം ദൂരം S4 കണ്ടുപിടിക്കും. പിന്നെ എന്ത് ചെയ്യും കുട്ടി? മൊത്തം S3, ഇതുവരെയാണ് S3. ഓക്കെ, മൊത്തം S3 കണ്ടുപിടിക്കും. അപ്പോൾ S4 minus S3 will give you this patch, right? അല്ലേ? S4 ഇത്ര, S3 ഇത്ര. അപ്പോൾ നിങ്ങൾക്ക് ഇത് 4th സെക്കൻഡ് S4 minus S3 കിട്ടും. അതേ സിമിലർലി ഇപ്പോൾ ഈ 5th സെക്കൻഡിൽ മാത്രം സഞ്ചരിച്ച ദൂരം എങ്ങനെ ഒരു കുട്ടി കാണാം? +2 പഠിച്ച കുട്ടി S5 മൊത്തം കാണും, അതിൽ നിന്ന് ഈ S4 സബ്ട്രാക്ട് ചെയ്യും, അപ്പോൾ ഈ പാച്ച് കിട്ടും. അപ്പോൾ S5 minus S4. പക്ഷേ ഇതൊരു നീറ്റ് സ്റ്റുഡൻറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം തികയില്ല. അതിനാണ് റേഷ്യോസ്. ഓക്കെ, സോ അതിനാണ് റേഷ്യോസ് എന്നുള്ള സാധനം. നിങ്ങൾക്ക് മൂന്ന് റേഷ്യോസ് ഉള്ളത്. സോ I'm sorry for the student matters. I will change to English. So there are 3 ratios that you need. Okay, 3 ratios. That's very important from this chapter. The 3 ratios is 1:4:9:16:25:36. That squares ratio. This next ratio is ratio of odd numbers. 1, 3, 5, 7, 9, 11, 13, 15, 17. Odd numbers. The next ratio is very rare ratio which you don't find in many books, but it is very good, very necessary for you people to by heart. Look, the next number's root minus the previous number's root. What is the next number? 5 minus previous. What is the next number? 6 minus 5. So it goes on like this. So what are these ratios? You people should know what these ratios are. Everybody in this life, 198 people you are having, 197 പേരും ഇത് പഠിച്ചിട്ട് പോയാൽ മതി. It will be so helpful. Okay, almost more than half of the NEET examination such ratio questions have come before. So please do look. So what are these ratios? So first is the ratio of squares, second is the Galileo's ratio, or the ratio of odd numbers, and third is something a bit tricky one, I will tell you. Okay, so first is the ratio of squares. What are those? Okay, ratio of squares. Let us consider the same example. From a tower, I'm going to drop a ball. Okay, I'm going to drop a ball. So the ball is going. The time is become 1 second, 2 second, 3 second, 4 second, 5 seconds. So ball is on free fall. Okay, it's going on. പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. Okay, so 1 സെക്കൻഡിൽ മൊത്തം ഇത്ര ദൂരം സഞ്ചരിച്ചു, 2 സെക്കൻഡിൽ മൊത്തം ഇത്ര ദൂരം സഞ്ചരിച്ചു, 3 സെക്കൻഡിൽ മൊത്തം ഈ ദൂരം സഞ്ചരിച്ചു, 4 സെക്കൻഡിൽ മൊത്തം ദൂരം സഞ്ചരിച്ചു. ഇറ്റ്സ് എ ടോട്ടൽ ഡിസ്റ്റൻസ്. ലുക്ക്, in 1 second the body traversed this much distance. In total 2 seconds. I'm using the word total, okay, from the initial point to this 2 seconds. Total 2 seconds, total 3 seconds, total 4 seconds. So this distance, okay, if this distance is S1, if this is S2, if this is S3, if this is S4, this ratio is the squares. 1:4:9:16:25. If this is 1, if this is something x, this will be 4x, this will be 9x, this will be 16x, and goes on. Okay, it's the total distance. Okay, I hope it's clear. Okay, where does this from which equation does it form? From x is equal to ut plus half at square. From this equation, okay, initial velocity, look, initial velocity is 0. We are dropping the body from rest. Okay, rest is a criteria. Rest ഉണ്ടായ മാത്രമേ ഈ ratio applicable. The body should be at rest for this ratio to be applicable. Okay, I'm sorry. Okay, so look, from this particular thing, s is directly proportional to t square. So as t changes, s changes in terms of what square. Okay, now what is the next ratio? Galileo's ratio, ratio of odd numbers. What is ratio of odd numbers? Look, a guy is standing here, okay, and he is dropping a ball. Now the ratio of the body distance travel in 1 second, in second, in third second, that particular second only, 1 second, next 1 second, next 1 second, or first second, second second, third second, fourth second, wise. Okay, it goes on. Okay, so
It is a distance traveled in the nth second, equal time intervals. So this equation, what is the equation? U by 2 into 2a 2n minus 1. Okay, you know what that equation is. So this ratio is what? 1:3:5:7:9. വ്യത്യാസം മനസ്സിലാടാ. നേരത്തെ എന്തായിരുന്നു? ടോട്ടൽ 2 സെക്കൻഡ് എന്നായിരുന്നു, ടോട്ടൽ 3 സെക്കൻഡ് ആയിരുന്നു, ടോട്ടൽ 4 സെക്കൻഡ് ആയിരുന്നു നേരത്തേത്. ഇപ്പോഴത്തെ എന്താണ്? ഫസ്റ്റ് സെക്കൻഡ് മാത്രം, സെക്കൻഡ് സെക്കൻഡ് മാത്രം, തേർഡ് സെക്കൻഡ് മാത്രം, ഫോർത്ത് സെക്കൻഡ് മാത്രം. അതിൻ്റെ റേഷ്യോ ആണ് 1:3:5:7:9. Okay, now what is next ratio? Next ratio is a beautiful ratio. Okay, it's very much useful for you people. Okay, if anybody is going for JE main, okay, if any of you it's very hot here, I don't know why this AC is not working. Okay, so we are having a guy, same guy, okay, he's throwing a ball, no, he's what, dropping a ball, the ball is falling. Okay, now what is this ratio signify? The third ratio. What is the third ratio? It is √2 minus 1 is to √3 minus √2 is to √4 minus √3 is to √5 minus √4. Okay, it goes on like that. So what is this? Is the ratio of the, not distance. The first two equation was of ratio of distances. Okay, total 1 second, total 2 second, total 3 second. That's the first ratio. Second ratio is first second, second second, third second. What is this ratio? This ratio is simply what? The ratio of time required for traveling equal consecutive distances. Look, 1 meter, 2 meter, 3 meter. If this time is t1, time t2, time t3, so t1 is to t2 is to t3. This ratio is what this is. Okay, 1 meter സഞ്ചരിക്കാൻ ആദ്യത്തെ 1 മീറ്റർ നേരത്തെ സെക്കൻഡ്, ആദ്യത്തെ 1 സെക്കൻഡ് സഞ്ചരിച്ച ദൂരം എന്നായിരുന്നു. ഇപ്പം എന്താടാ? ആദ്യത്തെ 1 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത ടൈം, രണ്ടാമത്തെ 1 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത ടൈം, മൂന്നാമത്തെ 1 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത ടൈം. ഈ ടൈമിൻ്റെ റേഷ്യോസ് ആണിത്. Okay, first 1 meter the time t1, second 1 meter the time t2, third 1 meter the time t3. The ratio of t1 is to t2 is to t3. That is what this equation is. So it is actually the ratio, write it down somewhere, it is actually the ratio of time required for traveling what? Equal consecutive distances. Okay, equal consecutive distance in a free fall when a body is released from rest. Okay, write it down somewhere. Okay, that's it. Now if you are coming to this particular question, look, look, 4th second, 5th second, what is the ratio that you should apply? Second ratio, 1:3:4:5, oh sorry, 1:3:5:7:9:11:13, it goes on, odd numbers. Okay, so 4th second, this is first second, second second, third second, 4th second, 5th second. Simply the ratio is 7:9. Your answer is B. Okay, you can do this question 2 seconds max. Okay, that is the advantage of that ratio. Okay, that's it. Okay, now we'll move on to the next question. Okay, a car is moving along a straight road with a uniform acceleration. It passes through 2 points, point P and Q, separated by distance with velocities 30 km/h and 40 km/h respectively. The velocity of the car in the midway is, simple question, here we are having a point P, here we are having a point Q. Let the distance between them be S. Okay, now here the velocity is 30 km/h, here the velocity is 40 km/h. Okay, now what they have asked us, the middle point, let us consider a point some Z. The middle point, what is the velocity? So this distance is what? S2. So how will we tackle this question? We are having the initial velocity, we are having the final velocity, we are having the distance S. What is the equation? Only equation. People ask us, എപ്പോഴും നമ്മൾ ചോദിക്കുന്ന കുട്ടികൾ ചോദിക്കുന്നത്, നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട് സാർ, ഇത് എവിടെ ഇടേണ്ടതെന്നാണ് നമുക്ക് അറിയാത്തത്. നമുക്കൊക്കെ അറിയാം, പക്ഷേ ഇത് എങ്ങനെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം നമുക്ക് അറിയില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്? ഒന്നെന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്, 2 എന്ന് പറഞ്ഞാൽ ടെക്നിക്ക്, തന്ന വാല്യൂസ് എഴുതിയിടുക. look the given data. People often ask us what is the equation that we should implement in a particular question. The thing that you have to want is practice. Second thing is that look for the question, what are the data given. Look, the data given here is the data given here is V, and we are having there is some relation of S. What is the only equation that connects all this? Simply what? V square is equal to U square plus 2AS.
Okay, so for the first scenario, 30, 40, whole PQ motion, I'm going to write the equation 40 square is equal to 30 square plus 2as. Okay, simple as that. From this, we'll get the acceleration, and this acceleration I'll substitute in the രണ്ടാമത്തെ case, in the second case. Okay, so it will be 1600 minus 900 by 2s is equal to a, right? So it is simply 700 by 2s, which is 350 by s is equal to a. This is the acceleration. Okay, now this will substitute in the next part. What is the next part? Next part endada? Initial velocity is again 30. The final velocity I don't know. That is what I have to find. So v square is equal to 30 square plus what? 2a. What is the distance? Distance is simply s by 2. S by 2 cancels off, cancels off. So v square is equal to 900 plus a. What is a? A is 350 by s. 350 by s into s. S as it cancel off. So v square is simply what? V square is equal to 900 plus 350. V square is equal to 1250. So, oh, then root of 1250. It will be approximately what? Approximately 1250 25. It is actually 25 into 25, 625, 625 into 2. 625 into 2 is 1250. Yes, so it is 25 root 2 kilometer per hour. That is your answer. Okay, simple mathematics. Okay, that's it. Okay. Okay, simple question. Option is C, 25 root 2. Sorry to. I'm sorry for that. Okay, I will look for the next. Question. Okay? Simple. Okay, now looking for the next question. Then we speed full shut up. Okay? Okay, next question. A particle has an initial velocity. Look. In the motion two-dimensional, motion two-dimensional, it is simply motion in one dimension into two and finding the resultant. If you studied very well and good the first chapter, motion one dimension, the A to Z motion two dimension, equation it's simply we are doing in one axis we will find motion one dimension, another axis we will do motion one dimension, and we will find the resultant. Root of a square plus b square plus 2ab cos theta. Okay, and since theta is 90, it is simply root of a square plus b square. That is what whole the second chapter is about, or the motion two dimension is about. Okay, now look here. We are having what? We are having initial velocity is given to us. A particle has an initial velocity 3i cap plus 4j cap and has an acceleration of 0.4 I cap plus 0.3 j cap. Its speed after 10 seconds is. How will you solve this? First, we'll look for only what? X component. Then we'll find only y component. Then we'll find the resultant. Simple as that. Or Vx is equal to ux plus at. Vy is equal to uy plus at. What is this equation? What is Vx? That is what we have to find. Vx is equal to ux. What is ux? It is 3, right? Plus, what is a? Ax, ay. What is ax? X is 0.4. What is the time given? 10 seconds. So it is Vx is equal to 3 plus 4, that is equal to 7. Simple as that. Now what is Vy? Vy is equal to, what is uy given the question? It is 4j, right? 4 plus ay. What is ay? It is 0.3. What is the time? Again it is 10 seconds. That is 4 plus 3 is equal to what? 7. Again 7. So what is the net velocity? Net velocity V is equal to root of Vx square plus Vy square. If I am doing simple max, the answer will be 7 root 2. Answer is B. Okay, simple as that. At the previous questions are simple questions. Okay. At option D. Option D the question. This question, the before question, a car is moving along a straight road with a uniform acceleration. It passes through what? Point P and Q by distance 30 and 40. The velocity at the midway. Ivada 30, ivada 40. Correct nadula 35 avule. No, that is not right. What acceleration is what?
increasing, velocity is increasing exponentially. Like exponentially ആണ് സാധനം increase ചെയ്യുന്നത്. Okay, it is not 1, 1, 1. It's increasing exponentially, right? So we cannot simply say at the center, at the exact center it will be 35. Don't do such blunders, okay? Analla, okay? Now we'll go on to the next topic. Look, a very beautiful basic question, okay, to assess your foundation. This is what NEET is all about. ഞാൻ പറഞ്ഞിട്ടുണ്ട് NEET എന്ന് പറഞ്ഞ എക്സാം നിങ്ങളെ ബേസ് ആണ് അളക്കുന്നത്, ഒരു ബേസ് അളക്കുന്ന ചോദ്യമാണിത്. A particle is dropped from a height and another particle is projected in the horizontal direction with a speed of 5 meters per second from the same height. Then the correct statement will be particle A will reach at the ground first with respect to particle B. Particle B will reach at the ground first with respect to particle A. Both particles will reach at the ground simultaneously. Both particles will reach at the ground with same speed. So look, what is the criteria, what is the condition given? We are having from a height a guy, okay? A guy is actually dropping the first ball. Ball A is being dropped and ball B is being thrown horizontally. So it will be a horizontal projectile. This will be like this motion. So what is the time? ഏത് ബോളാണ് ആദ്യം എത്തുക എന്നുള്ളതാണ് ചോദ്യം. ഏത് ബോളാണ് ആദ്യം എത്തുക? It is obvious, അല്ലേ? I am giving a velocity to the ball B. So ball B will first reach first, right? So ball B will reach first, then the ball A. So option B is my answer. Particle B will reach at the ground first with respect to particle A. Simple logic, അല്ലേ? ഒരു ബോൾ ഞാൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നുള്ളൂ, മറ്റേ ബോൾ ഞാൻ ഇങ്ങനെ എറിയാണ്. It's obvious. It will what? It will be having a velocity and hence what? It will reach first. അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ശരിയല്ല, തെറ്റാണ്. It's wrong. Why is it wrong? Because in the first scenario I'm just dropping the ball. Okay, so with respect to y axis, അല്ലേ, നമ്മൾ ഈ മോഷനിലാണ് നമ്മൾ ടൈം അളക്കുന്നത്, അല്ലേ? ടൈം നമ്മൾ y with respect to y axis is what our time is actually concerned. So with respect to this y axis, the initial velocity uy in the first condition is 0. For the second condition, I am giving a velocity only in what direction? Only in the x direction. In the y direction, again, uy is again 0. So if I'm cancelling horizontal direction, horizontal motion, endo aikote. In the vertical motion, this particle B is also in free fall. So both this particle will reach what? Simultaneously. Is that understood? Parada. അല്ലേ, നിങ്ങൾക്ക് സാധനം മനസ്സിലായില്ലേ? ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുകയാണ്, മറ്റേ ബോൾ ഞാൻ ഇങ്ങനെയാണ് എറിയുന്നത്. കറക്റ്റ് എക്സ് ആക്സിൽ മാത്രമേ വെലോസിറ്റി കൊടുക്കൂ, പക്ഷേ വൈ ആക്സിൽ എന്ത് വെലോസിറ്റി കൊടുക്കുന്നുണ്ടോ? ഇല്ല. വൈ ആക്സിൽ ആ ബോഡി ശരിക്കും എന്തിനാണ്? ഫ്രീ ഫോൾ ആണ്. ഞാൻ കൊടുക്കുന്ന ആ ഹൊറിസോണ്ടൽ വെലോസിറ്റി അത് എന്തിനു മാത്രമേ സഹായിക്കുള്ളൂ? മുമ്പോട്ടുള്ള ദൂരം സഞ്ചരിക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ യാതൊരു റോളും അതിനില്ല. അപ്പോൾ താഴത്തെത്തും എന്നുള്ളതാണ് ചോദ്യം. താഴത്തെ മോഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. താഴത്ത് മൊത്തമുള്ള ടൈം മാത്രമാണ് നമ്മൾ കൺസിഡർ. അപ്പോൾ വൈ ആക്സിസ് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. വൈ ആക്സിസ് നോക്കുമ്പോൾ രണ്ട് ബോഡിക്കും ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് കൊടുക്കുന്നത്? 0 വെലോസിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ബോഡി എന്താ ചെയ്യുക? ഇറ്റ്സ് ഒബ്വിയസ്, രണ്ട് ബോഡിയും ഒരുമിച്ചാണ് താഴത്തെത്തുക. ഓക്കെ, ഞാൻ അവസാനത്തെ മോഷൻ ചിലർക്ക് സംശയമുണ്ട്. ബോത്ത് പാർട്ടിക്കിൾസ് വിൽ റീച്ച് അറ്റ് ദി ഗ്രൗണ്ട് ദി സെയിം സ്പീഡ്. അല്ല. എന്തുകൊണ്ടല്ല? കാരണം ഇതിന് ഇനീഷ്യലി ഞാനൊരു എക്സ് വെലോസിറ്റി കൊടുക്കും. അപ്പോൾ ബോഡി ഇവിടെ എത്തുമ്പോൾ, ബി ബോഡി ഗ്രൗണ്ടിലെത്തുമ്പോൾ അതിനെന്തുണ്ടാവും? ഇങ്ങനൊരു വെലോസിറ്റി ഉണ്ടാവും. ഞാൻ കൊടുത്ത ഒരു എക്സ് ആക്സിൽ കൊടുത്ത വെലോസിറ്റി ഉണ്ടാവും. ഇങ്ങനെ അത് ആക്സഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം ഇങ്ങനൊരു വെലോസിറ്റി ഉണ്ടാവും. രണ്ട് വെലോസിറ്റി ഉണ്ടാവും. ഇതിന് റിസൾട്ടൻ ഒരു വലിയൊരു സാധനമായിരിക്കും. മറിച്ച് ഈ ബോഡിക്കോ ആക്സിലറേറ്റ് ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രം കൊടുക്കുന്ന വൈ ആക്സിൽ മാത്രമുള്ള വെലോസിറ്റി ഉണ്ടാവുള്ളൂ. എക്സ് ആക്സിലെ വെലോസിറ്റി ഉണ്ടാവില്ല. സോ the velocity for the B body will be present both direction, x direction as well as y direction. So resultant will be something greater. While the first body, A body, is having only velocity in the y direction when it reaches the ground. So it will be smaller than the other body. Okay? അത്രേ ഉള്ളൂ. സിമ്പിൾ കൺസെപ്റ്റ്. ഇതൊക്കെ ഉണ്ട്, സിമ്പിൾ കൺസെപ്റ്റാണ്. ഇനി അടുത്തത്, എ പേഴ്സൺ എയിമിംഗ് ടു റീച്ച് എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ബാങ്ക് ഓഫ് എ സ്ട്രീം ഈസ് സ്വിമ്മിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 0.5 meter at an angle of 120 degree with the direction of the flow, the speed of the water in the stream is. Okay, quick recap. Very important സാധനമാണ്. എന്ത്? സ്വിമ്മിങ് അല്ലെങ്കിൽ ക്രോസിംഗ് ഓഫ് എ ബാങ്ക്. സ്വിമ്മിങ് / ക്രോസിംഗ് ഓഫ് എ ബാങ്ക് ഓഫ് എ റിവർ.
number of times ഈ സാധനം ചോദിച്ചിട്ടുണ്ട്, number of times. Okay, so motion in 2 dimensions is basically mainly 3 things. The first thing is projectile motion. Okay, second thing is rain man problem. A man is going, then rain is coming, then what is the angle of such things, relative velocity things. And the third thing is the swimming. This is very much important. So I will give you a quick glance of that. Okay, we are having 2 criteria. First is at shortest possible path. Okay. Shortest possible path. Speed agam. I'm sorry for that. Okay. Speed agam. Sorry. But shortest possible path undu. Shortest time undu. Shortest possible path criteria endana? The man should swim in this direction. If the river is flowing in this direction, the man should swim in this direction. So this velocity will be cancelled off by the river and he will be flowing perpendicular to the next result ആയിട്ട് ആൾ ഇങ്ങനെയാവും ക്രോസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആളെ വെലോസിറ്റി v in this direction ആണെങ്കിൽ, if I am resolving that particular thing, if this is theta, then this is v cos theta, this is v sin theta. So this v sin theta cancels the velocity of the river. So vr is equal to v sin theta. So time is, if this is distance is d, so time is equal to distance by time. So distance divided by what is the velocity use? E velocity ആണ് അയാളെ ക്രോസ് ആണ് സഹായിക്കുന്നത്. അപ്പോൾ t is equal to d divided by v cos theta. This is the equation that you should know. Now for the shortest time possible, what should the man do? The man should try to swim perpendicular to the river. So he will reach a point here. So again the t is equal to simply d divided by the velocity v. His net velocity v is what we have to multiply. Now what does this gives us? This distance is the lateral shift. It is simply vr into time. Okay, velocity of the river into time. I hope you people know that. So coming to this question, നമ്മൾ കുറച്ചുകൂടി തിയറിയിൽ നിന്ന് മാറി കുറച്ചുകൂടി എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാൻ പോട്ടോ. തിയറി ഒക്കെ ഞാൻ വിട്ടു. ഐ എം സോറി ഫോർ ദാറ്റ്, ഞാൻ മറന്നുപോയി. ഓക്കെ, സോ എ പേഴ്സൺ എയിമിംഗ് ടു റീച്ച് എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ എന്താണ്? ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് ആണ്. ഷോർട്ടസ്റ്റ് പോസിബിൾ. ഞാൻ വാട്ട് ഇസ് ദ ഡാറ്റ ഗിവൺ? വി ആർ ഹാവിങ് എ ഗായ്. Okay, this his velocity is equal to 0.5 meter per second, shortest possible path. So you should swim at an angle theta. So what is the angle given? This angle is 120 degree. Is this angle 120 degree? No. 120 degree with the direction of flow, which means this as a whole is 120 degree. So this is 90 degree. So what is this angle? The 30 degree aanu. So if this is 0.5 meter per second, if this is 0.5 meter per second, okay, this is angle 30. So I am resolving this. This is v sin theta. This is v cos theta. What is the function of v cos theta? V cos theta helps the man to cross the river. River kadakkunnadana v cos theta ന്റെ പണി. v sin theta ന്റെ പണി എന്താണ്? ഇവിടത്തുള്ള റിവറിൻ്റെ വെലോസിറ്റിയെ കട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ v sin theta is equal to vr. vr ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ v ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.5 എന്ന് വെച്ചാൽ 1/2 into sin theta. What is sin theta? Sin 30. What is sin 30? Again 1/2. So what is the answer? 1/4. What is the answer? 0.25 meter per second. Your answer is option A. Simple mathematics. Okay. എടാ നിങ്ങൾ തന്നെ രണ്ടും പറയല്ല. നിങ്ങൾ പറയുന്നു കുറച്ച് സ്പീഡാക്കാൻ പറയുന്നു, നിങ്ങൾ തന്നെ പറയുന്നു കുറച്ച് മെല്ലാക്കാൻ പറയുന്നു. ഓക്കെ ഞാനൊരു മോഡറേറ്റ് സ്പീഡ് പോവാം. ഓക്കെ, മോഡറേറ്റ് സ്പീഡ്. ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കേടാ, ഞാൻ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി എംഫസൈസ് ചെയ്തിട്ട് കുറച്ച് മോഡറേറ്റ് സ്പീഡ് പോകാം. തിയറി ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആക്കാം. ഓക്കെ ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ സാരില്ല. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നമ്മൾ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞെന്താ? എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റ് എത്തുന്ന ക്രൈറ്റീരിയ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്താണ്. ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്താണെങ്കിൽ ക്രൈറ്റീരിയ എന്താ? ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നു. vr ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്താണ് ക്രൈറ്റീരിയ എന്താണ്? vr is equal to v sin theta. അല്ലേ? ഈ മനുഷ്യൻ എന്താ ചെയ്യുക? ഇയാൾ ഇങ്ങനെയാണ് നീന്തുക. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റി വീനെ ഞാൻ രണ്ടായി റിസോൾവ് ചെയ്യുന്നു. ഇത് v sin theta, ഇത് v cos theta.
വി കോസ് തീറ്റൻ്റെ പണി എന്താ? വി കോസ് തീറ്റയാണ് ഇയാളെ ഇങ്ങനെ മുറിച്ച് കടക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ടൈം ഇസിക്കൽ ഡിസ്റ്റൻസ് ഇസിക്കൽ ടു വാട്ട്? വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നാണ്. ഇപ്പോൾ ഇത് ഡി ആണെങ്കിൽ ഇയാളെ കടക്കാൻ സഹായിക്കുന്ന വെലോസിറ്റി വി ആണോ? അല്ല, വി കോസ് തീറ്റയാണ് ഈ കണ്ടീഷനിൽ. ഇപ്പോൾ ടൈം റിക്വയർഡ് ഇസ് ഇക്വൽ ടു ഡി ഡിവൈഡ് ബൈ വി കോസ് തീറ്റ. ഈ വി സൈൻ തീറ്റൻ്റെ പണി എന്താണ്? ഈ റിവർ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ വി സൈൻ തീറ്റൻ്റെ പണി എന്താണ്? ഈ വി സൈൻ തീറ്റൻ്റെ പണി ഈ വി ആറിനെ കട്ട് ഓഫ് ചെയ്യുക അല്ലേ? ഇയാൾ ഇങ്ങോട്ടാണ് നീന്താൻ നോക്കുന്നത്. ഇയാൾക്ക് എങ്ങോട്ടാണ് എത്തേണ്ട? പക്ഷേ ഇങ്ങോട്ടാണ് എത്തുന്നത്. എന്തിനായാലും ഇങ്ങോട്ട് നീന്തണേ? കാരണം വി ആർ എന്നുള്ള സാധനം എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്ന് ക്യാൻസൽ വി സൈൻ തീറ്റ ആണ് പണി. അപ്പോൾ വി സൈൻ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു വി ആർ. സോ ഇതാണ് വാട്ട് ഐഡിയോളജി ഹിയർ. സോ കമ്മിങ് ടു ഹിയർ ദേ ഹാവ് ആസ് എ സ്പീഡ് ഓഫ് ദി റിവർ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്താന്ന് മനസ്സിലായി. അപ്പോൾ അറിയാവുന്ന ഇക്വേഷൻ വി ആർ ഇസിക്കൽ ടു വി സൈൻ തീറ്റ. വി ആർ ഇസിക്കൽ ടു വി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.5 1/2 തീറ്റ 120 ഡിഗ്രി. സൈൻ 120 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കാരണം തീറ്റ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ചില്ല എന്താണ്? തീറ്റ വിത്ത് ദ വെർട്ടിക്കൽ എന്നാണ്. തീറ്റ വിത്ത് ദ വെർട്ടിക്കൽ ആണ്. തീറ്റ 120 എന്ന് പറഞ്ഞത് മൊത്തത്തിലാണ് നമുക്ക് 120 എന്ന് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതെന്താടാ? ഇത് 30 ഡിഗ്രി. അപ്പം സൈൻ എന്താ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? സൈൻ 30 ഡിഗ്രി. സൈൻ 30 എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? 1/2. 1/2 1/2 1/4. 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 0.25 മീറ്റർ പെർ സെക്കൻഡ്. സോ അത്രയേ ഉള്ളൂ. ഇത് എത്രയോ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിനിമം ഒരു 3-4 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ 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 അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് മാസ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കൺസെപ്റ്റ് നിങ്ങൾ എൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ അപ്പോൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനത്തെ ലോജിക്കൽ ഐഡിയ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ ബ്ലോക്ക് ഓഫ് മാസ് എം ഈസ് പ്ലേസ്ഡ് ഓൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് വെഡ്ജ് എ ബി സി ഓഫ് ആംഗിൾ inclination theta as shown in the figure. The wedge is given acceleration a towards the right. The relation between a and theta for the block to remain stationary on the wedges. നമ്മൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷൻ നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലോസ് ഓഫ് മോഷൻ എന്നുള്ള പാട് നിങ്ങൾക്ക് ടഫായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ 1D 2D പാട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് മനസ്സിലാകാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ 1D 2D എന്ന പാഠം തെറോയായ ലോസ് ഓഫ് മോഷൻ എന്ന പാഠം സിമ്പിളാണ്. ആകെ നിങ്ങൾക്ക് അറിയേണ്ടത് മര്യാദയ്ക്ക് എല്ലാ ഫോഴ്സസും വരച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ ആ ഫോഴ്സസ് പഠിച്ചാൽ കുറേ വരച്ച് മാത്രമേ ആ സാധനം കിട്ടുള്ളൂ. അത് മനസ്സിലായ ലോസ് ഓഫ് മോഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എന്തുണ്ട്? ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു വെഡ്ജ് ഉണ്ട്. ആ വെഡ്ജിന് മേലെ ഒരു ബ്ലോക്ക് ഉണ്ട്. നമ്മുടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ഈ വെഡ്ജിന് ഞാൻ എന്തൊരു എ ആക്സഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞെന്താ അറിയോ? ഈ ബോഡി ഇപ്പോൾ ഏതൊരു ബോഡിയും ഒരു ബോഡിൻ്റെ മേലെ നിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഈ ഫോണിൻ്റെ മേലെ ഈ സാധനം ഇവിടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഇവിടെ നിൽക്കുന്നത്. മറിച്ച് ഈ കണ്ടീഷൻ എന്തില്ല? ഫ്രിക്ഷൻ എന്നുള്ള സാധനം ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഇല്ല. കാരണം സ്മൂത്ത് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും കൂടി ആ ബോഡി അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? കാരണം ഈ ബോഡിക്ക് ഞാനൊരു ആക്സലേഷൻ കൊടുക്കുന്നുണ്ട്. ആ ബോഡിക്ക് ഒരു ആക്സലേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സാറേ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് എ ആക്സലേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ബോഡി ഇപ്പോൾ നിൽക്കുന്നത് എന്ത് ഫ്രെയിം ഓഫ് റെഫറൻസിലാടാ? എന്ത് ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്? നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ എന്ത് മച്ചാൻ വരണം? സ്യൂഡോ ഫോഴ്സ് മച്ചാൻ വരണം. സ്യൂഡോ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ശരിക്കും ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടാണ് ഈ ബോഡിക്ക് ആക്സഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്കിന് മാസിന് ആക്സഷൻ എങ്ങോട്ടായിരിക്കും? ഇവിടെ ഇങ്ങോട്ടായിരിക്കും. എത്ര ഇതിൽ അറിയേണ്ടതുള്ളൂ. ഇനി സിമ്പിളായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഈ ബോഡിക്ക് ഞാൻ വരയ്ക്കുമ്പോൾ ഇതാണ് ശരിക്കും എന്താടാ? ഇതാണ് എം ജി അല്ലേ? കാരണം ഇതാണ് ഗ്രൗണ്ടിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് എം ജി വരുള്ളൂ. ഇതാണ് എം ജി. ഓക്കെ ഇനി ഇങ്ങനെ ഞാനൊരു വര വരയ്ക്കുകയാണ്. വെറുതെ രസം ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എന്തിനാ എങ്ങനെ വര വരയ്ക്കുന്നത്? ഈ വര ഇതിനോട് പെർപെൻഡിക്കുലർ, ഈ വര ഇതിനോട് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇതും എന്താടാ? ഇതും തീറ്റ. അപ്പോൾ ഇതെന്താണ്? ജി കോസ് തീറ്റ. ഞാൻ ജി മാത്രം, എം ജി ഒന്നും വേണ്ട, ഫോഴ്സ് ആണ്, ആക്സഷൻ മാത്രം മതി. അപ്പോൾ ഇതെന്താടാ? ജി കോസ് തീറ്റ. അപ്പോൾ ഇതെന്താടാ? ജി സൈൻ തീറ്റ. ജി സൈൻ തീറ്റ. ഓക്കെ ഇനി അതേമാതിരി എനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് തീറ്റ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചു. അപ്പോൾ ദാ ഈ ലൈൻ ഇതിനോട് പാരലൽ, ഈ ലൈൻ ഇതിനോട് പാരലൽ. അപ്പോൾ ഈ ആംഗിൾ എന്ത് തന്നെയാടാ? തീറ്റ. അപ്പോൾ ഇതെന്താടാ? എ കോസ് തീറ്റ. അപ്പോൾ മേലോട്ട് എ കോസ് തീറ്റ ഉണ്ട്, അടിയിലോട്ട് ജി സൈൻ തീറ്റ ഉണ്ട്. ആ ബോഡി അവിടെ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്താടാ കണ്ടീഷൻ? സിംപിളി ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ, എ ഈസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ, ആൻഡ് മൈ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി.
ഓക്കെ, ഇവിടെ ആകെ ചെയ്യാൻ അറിയേണ്ടത് എന്താടാ, സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക, രണ്ട് സാധനം ഇക്വേറ്റ് ചെയ്യുക, ഷടപടെ ആൻസർ കിട്ടി. ഇനി ഇത് വേറൊരു വഴി ചെയ്യാൻ പറ്റും, ഒരു ലോജിക്കലി ഈ സാധനം ചെയ്യാൻ പറ്റും. എങ്ങനെ ലോജിക്കലി ഇത് ഈ സാധനം ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക, ഈ തീറ്റ ഞാൻ കൂട്ടി ഒരു പെർപെൻഡിക്കുലർ വാളാക്കി. ഓക്കെ, ഇവിടെ ഫ്രിക്ഷനും കാര്യമൊന്നുമില്ല, ഒരു ഫ്രിക്ഷനും ഇല്ല. ഞാനിവിടെ ഒരു ബോഡിയെ വെച്ചു. ഓക്കെ, ഞാനിവിടെ ഒരു ബോഡിയെ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ വോളിന്, ഈ ഒരു വെഡ്ജിന് ഞാൻ ഇങ്ങനെ എന്ത് കൊടുക്കുകയാണ്, ഞാൻ ഇങ്ങനെ എന്ത് കൊടുക്കുകടാ, ഞാൻ ഇങ്ങനെ എന്ത് കൊടുക്കുക, ഒരു ആക്സലേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഈ ബോഡീന് ഇങ്ങോട്ടൊരു ആക്സലേഷൻ കിട്ടും അല്ലേ. ഞാൻ ഈ വെഡ്ജിൻ്റെ നോക്ക്, ഈ വെഡ്ജിനെ നിവർത്തി ഞാൻ ഇങ്ങനെ ഒരു വെഡ്ജാക്കി. ഓക്കെ, ഇങ്ങനെ നിവർത്തി ഇങ്ങനെ ഒരു വെഡ്ജാക്കി. അപ്പോൾ മാസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ ഈ കണ്ടീഷൻ പറയുന്ന പോലെ ഇതിനൊരു ആക്സലേഷൻ എ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്സലേഷൻ ഇങ്ങോട്ടാണ് വരുന്നത്. പക്ഷേ ഈ ആക്സലേഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്, നമ്മളെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയിലാണ്. ഈ ബോഡി എന്തൊക്കെ നീ ചെയ്താലും ഈ ബോഡി താഴത്തോട്ട് പോകും, വികൂലേ, എന്തായാലും പോകും. നീ എത്ര ആക്സലേഷൻ ഈ വാളിന് കൊടുത്താലും, എത്ര സ്യൂഡോ ഫോഴ്സ് ഈ ബോഡിന് ആക്ട് ആയാലും ഈ ബോഡി പോകും താഴത്തോട്ട് എന്തായാലും. കാരണം ഇവിടെ എന്തില്ല, ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നോർമൽ റിയാക്ഷൻ കൂടുമായിരുന്നു, ഈ സ്യൂഡോ ഫോഴ്സ് നോർമൽ റിയാക്ഷൻ കൂടുമായിരുന്നു. അപ്പോൾ മുകളിലോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും, മ്യൂ എൻ എന്നുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് വരുമായിരുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഫ്രിക്ഷൻ എന്നുള്ള സാധനം ഇല്ല. ഓക്കെ, ഫ്രിക്ഷൻ സാധനം ഇല്ല. അപ്പോൾ ജി എന്നുള്ള സാധനം അൺഒപ്പോസിഡ് ആണ്. ജി അടിയിലോട്ട് എന്തായാലും ബോഡി പോകും. അപ്പം ഞാൻ എത്ര ആക്സലേഷൻ കൊടുത്താലാണ് ബോഡി വികാണ്ടിരിക്കുക, ഇൻഫൈനൈറ്റ് ആക്സലേഷൻ കൊടുക്കുമ്പോൾ. അപ്പോൾ തീറ്റ 90 ഡിഗ്രി വരുമ്പോൾ ഈ ആംഗിൾ തീറ്റ, ഏത് ആംഗിൾ തീറ്റടാ, ഈ ആംഗിൾ തീറ്റ എന്ത് വരെ 90 ഡിഗ്രി എന്ന് വെച്ചാൽ ഒരു വെർട്ടിക്കൽ വാൾ വരുമ്പോൾ എത്ര ആക്സലേഷൻ കൊടുക്കണം, ഇൻഫൈനൈറ്റ് ആക്സലേഷൻ കൊടുത്താൽ മാത്രമേ ആ ബോഡി വികാണ്ടിരിക്കുള്ളൂ എന്നുള്ള ലോജിക്ക്. അപ്പോൾ ഞാൻ ഇതിൽ തീറ്റ ഞാൻ 90 ഡിഗ്രി കൊടുത്തു. തീറ്റ 90 കൊടുക്കുമ്പോൾ എനിക്ക് ആൻസർ A = G എന്നാണ് വരുന്നത്. അപ്പം ഒരു പറയാണ്, ഒരു വെർട്ടിക്കൽ ബ്ലോക്ക് ആകുമ്പോൾ വെറും A = G എന്നാണ് വെലോസിറ്റി, ഒരു ആക്സലേഷൻ കൊടുക്കണമെങ്കിൽ ആ ബോഡി വികത്തില്ല. ശരിയോ തെറ്റോ? തെറ്റ്. കാരണം ഞാൻ ഇൻഫൈനൈറ്റ് ആക്സലേഷൻ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ വീണ്ടും ഞാൻ 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വീണ്ടും 1, അപ്പോൾ വീണ്ടും A = G. തെറ്റ്. ഇവിടെ ഞാൻ ഇത് A ഇവിടെ 90 ഡിഗ്രി കൊടുക്കുമ്പോൾ A = 0 എന്ന് കിട്ടുന്നു. ഒരു ആക്സലേഷൻ കൊടുക്കണ്ട, ബോഡി വികയില്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ അതും പൊട്ടത്തെറ്റ്. ഈ ഇക്വേഷൻ നോക്കി, A = G tan θ. tan 90 എന്ന് പറഞ്ഞാൽ എന്താണ്, tan 90 is not defined, ഇൻഫിനിറ്റി. അപ്പോൾ A = ഇൻഫിനിറ്റി. സോ മൈ ഓപ്ഷൻ ഈസ് D. ഓക്കെ, സിമ്പിൾ സാധനം. ഓക്കെ, ഈ ലൈവ് ഈ വീഡിയോ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. ആ സാധനം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക. കാരണം അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്, ഒരു ആൾട്ടർനേറ്റീവ് തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ചില ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ഈ 45 ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ഒരു അന്തം വിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിൽ നമുക്ക് അങ്ങനത്തെ വഴിയൊക്കെ ആലോചിച്ചാൽ ചിലപ്പം കിട്ടാം. ഓക്കെ, 2 വഴിയുള്ള. ഓക്കെ, ഒന്ന് എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ പറയട്ടെ, വലിയ ക്വസ്റ്റ്യൻ, ഒരു ഇപ്പോൾ ഇത്ര വലിയ പാരഗ്രാഫൊക്കെ ഉണ്ടാവും, കുറേ എഴുതിയിട്ടുണ്ടാവും, ഇക്വേഷൻ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒട്ടുമിക്കപ്പോൾ നിങ്ങൾക്ക് ഡയമെൻഷണൽ ഫോർമുല, കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ, ലെഫ്റ്റ് ഹാൻഡ് സൈഡത്തെയും റൈറ്റ് ഹാൻഡ് സൈഡത്തെ ഡയമെൻഷൻ സെയിം ആണോ എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ഇനി ഇൻ കേസ് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലോജിക്കൽ സാധനം നോക്കുക. ഏതെങ്കിലും ഒന്നിന് ഒരു 90% നിങ്ങൾക്ക് ആ ഡീകോഡ് ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് മീ. ഓക്കെ, അങ്ങനെ ആയിരിക്കും NEET പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത 3 blocks A, B and C of masses 4 kg, 2 kg and 1 kg respectively are contact on a frictionless surface. If a force 40 Newton is applied on the 4 kg block, അപ്പോൾ നമുക്ക് എന്താണ്, ഒരു 4 kg ബ്ലോക്ക് ഉണ്ട്, 2 kg ബ്ലോക്ക് ഉണ്ട്, 1 kg ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, 4 kg ബ്ലോക്ക് ഉണ്ട്, 2 kg ബ്ലോക്ക് ഉണ്ട്, 1 kg ബ്ലോക്ക് ഉണ്ട്. ഞാൻ എത്ര ഫോഴ്സാണ് കൊടുക്കുന്നത്, 40 ന്യൂട്ടൺ ഫോഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചത് ദെൻ ദി കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ A and B, ദർ ആസ്കിങ് മീ ദ കോണ്ടാക്ട് ഫോഴ്സ്. സോ എൻ്റെ ലോസ് ഓഫ് മോഷൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ അടിപൊളി ഇക്വേഷൻ എന്താണ്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, എല്ലാവർക്കും പറഞ്ഞുതരാം. ഇഫ് യു ആർ ഹാവിങ് masses, any number of masses, m1, m2, m3, m4, m5, whatever it is. If somebody is asking, if I'm giving a force here like this, okay, somebody is asking you what is the contact force here, it is always the total force divided by total mass into sum of the masses that comes after. എനിക്കിത് തിയററ്റിക്കലി പ്രൂവ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് സ്റ്റഡി ദിസ്. ടോട്ടൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു സം ഓഫ് ദി മാസ് വിച്ച് കംസ് ആഫ്റ്റർ. വാട്ട് സം ഓഫ് ദി മാസ് കം ആഫ്റ്റർ? ഐ വിൽ ടീച്ച് യു.
In this scenario, this is 4 kg mass, this is 2 kg mass, this is 1 kg mass. Okay. So they have told us to find what is the contact force here. But the contact force is the total force by total mass. So then total force 14 Newton. Total mass is the 4 plus 2 plus 1, which is 7. So total force divided by total mass into sum of the masses which comes after. Masses which comes e contact ni shesham varuna massuകളുടെ sum 2 1 2 plus 1, which is 3 2 times 2 into 3, 6 Newton. Your answer is simply 6 Newton. If somebody is asking what is the contact force here, what is the contact? Again, total force divided by total mass into sum of the masses which comes after. And the sum of the masses, there is just 1 into 1. So your contact force there is 2 Newton. Okay, so it's always, now if somebody is pulling, okay, somebody is pulling a force, okay, some contact force in the term in the tension T, then again same, total force divided by total mass into sum of the masses which comes after. So this tension T, this string is mass sum. Okay, this is 2, if this is 3, if this is 4, so 2 plus 3 plus 4, 2 plus 3 plus 4. Okay, so that is what sum of masses is. Okay, simple as that. Okay, okay. Now look, coming to the next question. Okay, so contact force is mainly laws of motion. First force Newton's 3 laws and 3 laws F is equal to dp by dt. Impulse conservation of momentum conservation of momentum recoil collision work energy bomb blasting explosion collision. Every time, what is the first thing that should come in your mind? Conservation of momentum. Now, our question: explosion no, blast no, collision the gata. Ningra manasile conservation of momentum kathiri. Because our question: yenda 99.99% conservation of momentum ennulla sadhanam equate cheyala endayilum undayirikkum. Okay. ആ പാട്ടിൽ എന്തൊക്കെ വരുന്നത് ഫോഴ്സ് dp by dt ഇമ്പൾസിൻ്റെ കാര്യം പറഞ്ഞ കൺസർവേഷൻ മൊമെൻ്റ് കാര്യം പിന്നെ നമുക്ക് എന്തുണ്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് എന്തുണ്ടാ പുള്ളി സിസ്റ്റം ഉണ്ട് പിന്നെ നമുക്ക് എന്ത് ഡിഫറെൻറ്റ് പുള്ളി സിസ്റ്റം ഒരുപാട് കോംപ്ലക്സ് പുള്ളി സിസ്റ്റം ഒന്നും ആവശ്യമില്ലടാ ഒന്നും ആവശ്യമില്ല മാക്സിമം പോയാൽ ഇങ്ങനത്തെ ഒരു പുള്ളി ഇവിടെ ഒരു മാസ് അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു ഇൻക്ലൈൻ പ്ലെയിനും കൂടി വരും ഈ ഒരു പുള്ളിയൊക്കെ പഠിച്ചാൽ തന്നെ ഒരു 90% ലോസ് ഓഫ് മോഷനിൽ ഇത്ര പുള്ളി വരുള്ളൂ പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ 45 ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ നിങ്ങളെ കുഴപ്പിക്കാനുണ്ടാവും അങ്ങനെ ഒരു മാത്രം 2 പുള്ളി സിസ്റ്റം വരും ഇനി നിങ്ങൾ 2 പുള്ളി സിസ്റ്റം ഒന്നും പഠിക്കാൻ പോകേണ്ട അതിൻ്റെ ആവശ്യമില്ല വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്ന് അത്രയേ ഉള്ളൂ ഓക്കെ എല്ലാവരും ഈ പുള്ളിയൊക്കെ കാണുമ്പോൾ തന്നെ പേടിച്ചു അതിൻ്റെ അത് ആവശ്യമില്ല പിന്നെ മെയിൻ പാർട്ട് എന്താണ് ഫ്രിക്ഷൻ പാർട്ടാണ് ഫ്രിക്ഷൻ പാർട്ട് അത്രയും തറവായിരിക്കണം പിന്നെ കോൺടാക്ട് ഫോഴ്സ് നല്ലൊരു പാർട്ടായിരുന്നു കോൺടാക്ട് ഫോഴ്സ് അത്ര ഞാൻ പറഞ്ഞ ആ സാധനം മാത്രം പഠിച്ച് പോയാൽ മതി എന്തായാലും കോൺടാക്ട് ഫോഴ്സിന് ആ ഒരു സാധനം മാത്രം ചുകൂടായി ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുക ഫ്രിക്ഷൻ ഫോഴ്സ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബോഡി റെസ്റ്റിലാവുന്നിടത്തോളം കാലം അപ്ലൈഡ് ഫോഴ്സ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് വിൽ റീച്ച് എ മാക്സിമം പോയിന്റ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെ എത്തും എന്നിട്ട് ബോഡി മോഷൻ എന്ത് സംഭവിക്കും കൈനറ്റിക് ഫ്രിക്ഷൻ ആവും അപ്പോൾ നിങ്ങൾ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ കോയിഫിഷ്യൻ്റ് ആകാൻ മറക്കരുത് അങ്ങനത്തെ കുറച്ച് കോംപ്ലക്സ് ക്വസ്റ്റ്യനെ ഫ്രിക്ഷൻ എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുള്ളൂ ഓക്കെ ഇനി അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ 3 blocks with mass m, 2m, 3m are connected by strings as shown in the figure. After an upward force F is applied on the block M, the mass is moved at a constant speed v. What is the net force on mass 2m? So mass 2m, mass 2m. They have asked me to find what is the net force acting on mass 2m. So as far as mass m is concerned, m in അടിയിലോട്ട് എന്തുണ്ടാ ഒരു mg ഉണ്ട് ഈ ഇവിടെ ഒരു കയറാണുള്ളത് അപ്പോൾ ടെൻഷൻ T ഉണ്ട് ഓക്കെ ടെൻഷൻ T ഉണ്ട് ഈ 2m സംബന്ധിച്ചോളം എന്തുണ്ട് 2m സംബന്ധിച്ച് മുകളിലോട്ട് ടെൻഷൻ T ഉണ്ട് ഒരു T1 ഇതിന് T1 എന്ന് വെച്ച് ഇവിടുത്തെ ടെൻഷൻ T2 മുകളിലോട്ടൊരു T1 ഉണ്ട് അടിയിലോട്ടൊരു T2 ഉണ്ട് അടിയിലോട്ടൊരു 2mg ഉണ്ട് ഇനി 3m മാസം സംബന്ധിച്ചോളം എന്തുണ്ട് മുകളിലോട്ട് ഒരു T2 ഉണ്ട് അടിയിലോട്ട് എന്തുണ്ട് ഒരു 3mg ഉണ്ട് ഓക്കെ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ നിങ്ങൾ പറയും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെയ്യുന്നവൻ എന്താ അറിയോ വെറുതെ എന്തൊക്കെയോ ചെയ്യുന്നേ ഉള്ളൂ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വൈ
because in the question ഇതാണ് പറഞ്ഞത് ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക ക്വസ്റ്റ്യൻ എന്തുണ്ട് constant speed means what net acceleration a net is equal to 0 the body ഒരു ബോഡിക്ക് എന്തില്ല ആക്സലേഷൻ എന്ന സാധനമില്ല ആക്സലേഷൻ എന്ന സാധനമില്ലെങ്കിൽ ആരില്ല ഫോഴ്സ് ഇല്ല അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്താടാ 0 ഓക്കെ നെറ്റ് ഫോഴ്സ് ഇസ് സിംപിളി 0 ഓക്കെ അപ്പോൾ അതാണ് വെറുതെ ചാടി കയറി ലോസ് ഓഫ് മോഷൻ ഇങ്ങനത്തെ സാധനം എല്ലാം കൂടി വരച്ചിടുക അങ്ങനെയല്ല ക്വസ്റ്റ്യൻ വായിച്ച് മെല്ലെ ചെയ്യുക ഓക്കെ അടുത്തതാ കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ ഓക്കെ എ ബലൂൺ വിത്ത് മാസ് m is descending down with an acceleration a where a is less than acceleration due to gravity how much mass should be removed from it so that it starts moving up with an acceleration a എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമുക്കൊരു മാസ് m ഉള്ള ഒരു ബലൂൺ ഉണ്ട് ആ ബലൂൺ എന്താ ചെയ്യുന്നത് എ balloon of mass m is descending now with an acceleration a less than g so as far as this body is concerned it is having an acceleration g down okay so acceleration g down but it is moving net acceleration a aanu a is less than g which means some force f is acting upwards right some force f is acting upwards so upwards I am having a force f downwards I am having a force mg the net force is ma so the net motion is downward so this mass is this force is greater so the equation of this motion endada mg minus f is equal to ma okay that's it now what is the next scenario is that I'm taking a mass m0 mass അപ്പോൾ ഇതിൻ്റെ മാസ് എത്രയായി m minus m0 okay I'm taking a mass m0 മാസ് ഇതിനെടുത്താൽ ഈ ബോൾ അടിയിലോട്ട് പോകുന്നതിന് പകരം മുകളിലോട്ട് പോകുന്നു എന്നാണ് തന്നിട്ടുള്ളത് ഓക്കെ അടിയിലോട്ട് പോകുന്ന പകരം മുകളിലോട്ട് ആ ആക്സലേഷൻ എ തന്നെ പോകുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സസ് എന്തൊക്കെയാടാ അടിയിലോട്ട് എന്തുണ്ട് m minus m0 g മുകളിലോട്ട് എന്തുണ്ട് സെയിം ഫോഴ്സ് f നെറ്റ് മോഷൻ എങ്ങോട്ടാണ് മുകളിലോട്ട് അപ്പോൾ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് എന്നാണ് m മൈനസ് m0 ഇൻറ്റു എ നെറ്റ് മോഷൻ എങ്ങോട്ടാണ് മുകളിലോട്ട് അപ്പോൾ മുകളിലത്തെ ഫോഴ്സ് മച്ചാനാണ് ഗ്രേറ്റർ അപ്പോൾ f മൈനസ് m മൈനസ് m0 ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു m മൈനസ് m0 ഇൻറ്റു എ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം f മൈനസ് എം ജി പ്ലസ് m0g ഈസ് ഈക്വൽ ടു ma മൈനസ് m0a okay first equation എന്തായിരുന്നടാ mg minus ma mg minus f is equal to ma I'm adding both of this equation when adding both of the equation mg cancels off f cancels off what is left m0g is equal to 2ma minus m0a what is my aim they have asked me to find the m0 എത്രത്തോളം മാസ് ആണ് എടുക്കേണ്ടത് m0 ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ m0 എന്ന സാധനം ഒരുമിച്ച് വരുത്തണം m0 ഇൻറ്റു ജി ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി പ്ലസ് m0a is equal to 2ma or m0 into g plus a is equal to 2ma or m0 is equal to 2ma divided by g plus a this is your answer ഇതൊരു ഓപ്ഷൻ അല്ലേ സിമ്പിൾ കാരണം നല്ല സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി ആൻസർ ചെയ്തടാ ഓപ്ഷൻ എ ഓക്കെ ഓക്കെ ഞാൻ നീറ്റ് ചെയ്ത് കൊല്ലാന്നോ ഞാൻ നീറ്റൊക്കെ ചെയ്തിട്ട് കുറേ കാലം ഞാൻ ഫൈനൽ ഇയറായി ഇപ്പോൾ എത്ര കൊല്ലമായി ഉണ്ടാവും 4-5 കൊല്ലം മുമ്പ് ഓക്കെ ഇനി അടുത്ത് എ ബുള്ളറ്റ് ഓഫ് മാസ് ഓക്കെ അവിടെ ശ്രദ്ധിക്ക് നിങ്ങളെ അയ്യോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി നിങ്ങളെ എക്സാം മറ്റന്നാളെയാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങളെ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങളെ എക്സാമുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ എന്തിട്ടുണ്ട് ഒരു ഡോപ്പയുടെ ഇതേ സെയിം പേജിൽ നമ്മൾ വീഡിയോസ് ഇട്ടുണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഫുഡൊക്കെ കഴിക്കുമ്പം
വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് കണ്ടുവിടുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മറന്നുപോയ 1-2 കാര്യങ്ങൾ, കാരണം നമ്മളൊക്കെ എക്സാം എഴുതാൻ പോകുമ്പോൾ എപ്പോഴും കാണുന്നതാണ് ഓരോ കുട്ടികൾ ഓരോ കാര്യം മറന്നിട്ട് വരും, എന്നിട്ട് ആകെ സീനാവും, ആകെ വെപ്രാളപ്പെടും, അവസാനം വെച്ച് പ്രിൻ്റ് എടുക്കാൻ പോകും, അങ്ങനെ എല്ലാം കൂടി വെപ്രാളപ്പെട്ട് ആകെ ടെൻഷനായിട്ട് വന്ന് എക്സാം എഴുതും. എന്തായാലും ഒരു കോൺഫിഡൻസ് പകുതിയോളം പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്. 2 ദിവസം മുമ്പെങ്കിലും എല്ലാ സാധനവും ചെക്ക് ലിസ്റ്റ് ഇട്ട് വെക്കണം, എല്ലാം ഉണ്ട് എന്നുള്ളത്. അതിലൊന്നും അതൊക്കെ അവസാനം നോക്കുക, അതൊക്കെ മറ്റേ കമ്പ്യൂട്ടർ കുട്ടികളാണ്, അമൂൽ കുട്ടികളാണ്, അതേ വ്യക്തി വെക്കുക, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. കാരണം അഡപടലം സീനാവും. കാരണം നിങ്ങൾ 1 കൊല്ലം 2 കൊല്ലം പഠിച്ചതൊക്കെ നിങ്ങളെ ഒരു 1-2 ദിവസത്തെ അശ്രദ്ധ കൊണ്ട് പോക്കരുത്, അതിനൊന്നും നിൽക്കരുത്, ഒരു റിസ്ക്കിന് നിൽക്കണ്ട കേട്ടോ. വെറുതെ നമ്മൾ കഷ്ടപ്പെട്ടില്ല, ഇനി വെറുതെ അവസാനം ഒരു കുറ്റപ്പണികൾക്ക് മാത്രം നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ സാധനവും സെറ്റ് ആക്കുക. പിന്നെ ഇൻ കേസ് നിങ്ങൾ ഡോപ്പയിൽ കണ്ടിന്യൂ ചെയ്യുക, ഡോപ്പ റെസിഡൻഷ്യൽ പ്രോഗ്രാമുണ്ട്. റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകം ഹോസ്റ്റലുണ്ട്, നമുക്ക് ഭയങ്കര വലിയൊരു ക്യാമ്പസ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു 300 സ്ക്വയർ ഫീറ്റിൻ്റെ നിങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. 3:1 റേഷ്യോയിലൊക്കെ ആയിരിക്കും, ഭയങ്കര ഫെസിലിറ്റീസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തവർക്കൊക്കെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അപ്പം കുറച്ച് സീറ്റുകൾ ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഒരിക്കലും എന്തായാലും വേസ്റ്റ് ആവില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഏത് കോച്ചിങ് സെൻറ്ററിലും പോയിക്കോ, ഞാൻ വെറുതെ ഡോപ്പിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യാം, ഞാൻ ഡോപ്പിൻ്റെ ഒരു ഓണറോ പാർട്ട്ണറോ ഒന്നുമല്ല, ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നതിന് മാത്രമാണ് പൈസ കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ വേറെ ഏത് സെൻറ്ററും പോയി നോക്കിയോ, ഇങ്ങനത്തെ ഒരു ഓൺലൈൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്രയോ വലിയ പൈസയാണ് വാങ്ങിക്കുന്നത്. ആ പൈസയെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ തുച്ഛമായ പൈസയുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ മെയിൻ എയിം, നമ്മൾ ഡോപ്പ എന്ന സെൻറ്റർ തുടങ്ങിയിട്ട് നമ്മൾ മെയിൻ എയിം എന്താ പറയുക, ഇപ്പം ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ്, ഞങ്ങളെ എക്സിസ്റ്റൻസിന് അതാണ് വേണ്ടത്. ഓക്കെ, കുറേ പൈസ ഉണ്ടാക്കാന്നല്ല, കുറേ പൈസ ഉണ്ടാക്കാൻ അങ്ങനെയല്ലോ. കുറേ കുട്ടികൾ ഒരാളും പാസ്സായിട്ടില്ലെങ്കിൽ 2-3 കൊല്ലമാണ് ഈ പരിപാടി നിർത്തേണ്ടി വരും. അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പാസ് ഔട്ട് ആക്കുക, ഏറ്റവും കൂടുതൽ കുട്ടികളെ സീറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അത്രയും നല്ല കെയർ, അത്രയും നല്ല ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കുറവും നമ്മൾ പാലയിലും. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള തോട്ടാണ്. ഞാൻ എൻ്റെ നാട്ടിലുള്ള സാധാ ഒരു സെൻറ്ററിലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സാധാരണ ഒരു +2 കഴിഞ്ഞ് റിപ്പീറ്റ് ആയി പോകുന്ന ചങ്ങാൻ്റെ തലയിൽ ഫസ്റ്റ് ഉദിക്കുന്ന സാധനം പാല അല്ലേ, അല്ലെങ്കിൽ എവിടെയും തൃശ്ശൂർ പോകണം, അല്ലെങ്കിൽ കോട്ടയം പോകണം, അല്ലെങ്കിൽ എറണാകുളം പോകണം. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചാൽ മാത്രം ഏത് മുക്കൊന്നും പഠിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് അത്രയും കാര്യങ്ങളൊന്നും ഡൗട്ടില്ല, നിങ്ങൾ വീട്ടിൽ മുക്കിരുന്ന് പഠിച്ചാൽ മതി. ഒരു കോച്ചിങ് സെൻറ്റർ ആവശ്യമില്ല. എന്തിനാ കോച്ചിങ് സെൻറ്റർ പോകുന്നത്, കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, ഞാൻ ലാസ്റ്റായിട്ട് പറയുകയാണ്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എക്സാം ചെയ്താൽ ഭയങ്കര സിമ്പിൾ പേപ്പറായിരിക്കും. സിമ്പിൾ. നമ്മളിപ്പം എന്താ പറയുക, കോവിഡ് എന്ന് പറഞ്ഞാൽ, കൊറോണ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരു വേഴ്സ് സിനാരിയാണ് മൊത്തം നേഷന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇളവ് വരുത്തുന്നുണ്ട്. ഏത് +2 എക്സാമാണ്, ഞങ്ങൾ ഫൈനൽ ഇയർ MBBS പോയാൽ പോലും എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഇളവ് തരുന്നുണ്ട്. കാരണം നമ്മളൊരു ക്രൈസിസിലൂടെ, നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര ഒരു ബാഡ് അവസ്ഥയിലൂടെ പോകുന്നത്. അപ്പം ആ ഒരു കൺസിഡറേഷൻ നമുക്ക് എല്ലാ എക്സാമിനേഷനിലുണ്ട്. ആ ഒരു കൺസിഡറേഷൻ ഈ ഒരു എക്സാമിനുണ്ടാകും. ഭയങ്കര സിമ്പിൾ എക്സാം ആയിരിക്കും. നിങ്ങൾ അശ്രദ്ധ കാരണം കാണാം, നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കൊണ്ട് കാരണം മാത്രം തെറ്റിക്കാതിരിക്കുക. മെല്ലെ സാവധാനമായിട്ട് മെല്ലെ ചെയ്ത് പോവുക. വീണ്ടും ഞാൻ പറയുകയാണ്, ഫിസിക്സിന് കറക്റ്റ് 150 ക്വസ്റ്റ്യൻ 150 മിനിറ്റ്, ഓരോ ക്വസ്റ്റ്യൻ 1 മിനിറ്റ്. അതല്ല, ഫിസിക്സിന് 1 മിനിറ്റ് കൊണ്ടൊന്നും എല്ലാ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റില്ല. നിങ്ങൾ ബയോളജിയൊക്കെ വേഗം ചെയ്തു പോവുക. എന്നിട്ട് നിങ്ങൾ കെമിസ്ട്രി ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്തിലോട്ടോ പോവുക, ഇറ്റ്സ് അപ് ടു യു. എന്തായാലും ഫിസിക്സിന് കുറച്ച് അധികം സമയം മാറ്റിയേക്കണം. കാരണം എന്തായാലും കാൽക്കുലേഷനുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പം കഴിയുന്നത് എന്ത് ചെയ്യരുത്, ഫിസിക്സിന് കറക്റ്റ് സമയം വെക്കരുത്. മറ്റേ രണ്ടും വേഗം ചെയ്തിട്ട് ഫിസിക്സിന് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇറ്റ്സ് അപ് ടു യു. ഇനി അടുത്തതാ സിമ്പിൾ ക്വസ്റ്റ്യൻ, നല്ലൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നല്ല കാര്യം എന്താണ്, എ ബുള്ളറ്റ് ഓഫ് മാസ് 10 gram മൂവിങ് ഹൊറിസോണ്ടലി വിത്ത് വെലോസിറ്റി 40 m/s സ്ട്രൈക്സ് എ വുഡ് ബ്ലോക്ക് ഓഫ് മാസ് 2 kg which is suspended by light inextensible string of length 5 meter. Okay, as a result, the center of gravity of the block found to rise a vertical distance of 10 cm. The speed of the bullet after it emerges out horizontally from the block will be. അല്ലെ, ക്വസ്റ്റ്യനൊക്കെ വലുതാണ്, ഇയാൾ എന്താ വായിച്ചതെന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് പച്ച മലയാളത്തിൽ പറഞ്ഞുതരാം. എന്താണ്, നമുക്ക് ഒരു ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്ങിൽ നിന്ന് നമുക്കൊരു 2 kg മാസ് തൂക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട്. ഓക്കെ, ഈ ബുള്ളറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ബുള്ളറ്റിൻ്റെ മാസ് 10 gram ആണ്, അതിൻ്റെ വെലോസിറ്റി 400 m/s. അത് 400 m/s പോയിട്ട് ഈ മച്ചാനെ ഇടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ മച്ചാൻ ഒരു ഹൈറ്റിലോട്ട് പൊങ്ങുന്നു. ഈ ഹൈറ്റ് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, 10 cm ദൂരം ഇത് പൊങ്ങുന്നു. ഓക്കെ, ഇത് ഇടിച്ചതിന് ശേഷം നമ്മളെ ബുള്ളറ്റ് എന്ത് ചെയ്യും, പുറത്തോട്ട് വരും. ഈ പുറത്തോട്ട് വരുന്ന വെലോസിറ്റി എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം
ഒരു കുട്ടി ഇതെങ്ങനെ ചെയ്യാറിയോ? ഇനീഷ്യലി കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു. ഈ കൈനറ്റിക് എനർജി എന്തായിട്ട് സ്പ്ലിറ്റായി? ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇതിൻ്റെ കൈനറ്റിക് എനർജിയുമായിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു, ഹാഫ് mb/v സ്ക്വയർ ഈസ് ഈക്വൽ ടു m വാട്ട് ഈ മാസ് ഞാൻ എന്തൊക്കെ ബ്ലോക്ക് എന്ന് വിളിക്കാം. ബുള്ളറ്റും ബ്ലോക്ക് ഇനി ബി കൺഫ്യൂഷൻ ആവല്ലോ. m ഒബ്ജക്റ്റ് gh പ്ലസ് ഹാഫ് mb/v ഡാഷ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ഞാൻ സിമ്പിൾ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? ബി തന്നിട്ടുണ്ട്, വി ബി തന്നിട്ട് എം ഉണ്ട്, എച്ച് ഉണ്ട്, എം ബി ഉണ്ട്. സിമ്പിളായിട്ട് വി ബി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ പറയും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും? ഇതെന്താ? കൺസർവേഷൻ ഓഫ് എനർജിയാണ് അല്ലേ? പക്ഷേ ശരിക്കും എന്താണ് നമ്മൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ അല്ലേ? ഇത് കുറച്ച് ഞാൻ കൈനറ്റിക് എനർജി ആവും. ശരിക്കും നമ്മൾ കൈനറ്റിക് എനർജി ഇക്വേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. കൈനറ്റിക് എനർജി ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് കണ്ടീഷൻ, എന്ത് കൊലീഷൻ ആയിരിക്കണം? ക്വസ്റ്റ്യനിൽ എടുത്ത് പറയണം. ഇലാസ്റ്റിക് കൊലീഷൻ എന്ന് എടുത്ത് പറയണം. മനസ്സിലായോ? ഇലാസ്റ്റിക് കൊലീഷൻ എന്ന ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ കൊലീഷൻ ഇലാസ്റ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി എല്ലാ കൊലീഷൻ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യണം? ഇലാസ്റ്റിക് കൊലീഷനായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം ഈ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക? മൊമെൻറ്റം മാത്രമേ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എങ്ങനെ മൊമെൻറ്റം മാത്രം ഇക്വേറ്റ് ചെയ്യുക? നിങ്ങൾക്കറിയാം ബുള്ളറ്റ് മച്ചാൻ. ഓക്കെ, വെലോസിറ്റി u ഓഫ് ബുള്ളറ്റ്. ഒറ്റ മിനിറ്റ്, നിങ്ങളെങ്ങനെ കണ്ടുപിടിക്കുക? കമോൺ, എൻ്റെ ഒപ്പം ചെയ്യ്. മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു യു ഓഫ് ബുള്ളറ്റ് പ്ലസ് മാസ് ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു യു ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? അല്ലേ? ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. വീണ്ടും മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് പ്ലസ് മാസ് ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. നമുക്കറിയാം ഇത് ഇനീഷ്യൽ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഈ സാധനം എക്സസ് ചെയ്യുന്നില്ല. നമുക്ക് ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇത് നമുക്കറിയാം, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇതറിയില്ല. എന്തറിയില്ല? വെലോസിറ്റി ഓഫ് ദി ബ്ലോക്ക് അറിയില്ല. പക്ഷെ വെലോസിറ്റി ഓഫ് ദി ബ്ലോക്ക് അറിയാൻ വേണ്ടി അവർ വേറൊരു സാധനം തന്നിട്ടില്ല. എന്താണ് തന്നിട്ടുള്ളത്? ഇങ്ങനെ നിന്ന സാധനം ഇങ്ങനെ പൊങ്ങിപ്പോയിട്ടുണ്ട് ട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 10 സെൻറ്റിമീറ്റർ പൊങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് mgh എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്. ഈ mgh എന്തായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം? ഹാഫ് mv² ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ബോഡിയുടെ വെലോസിറ്റി, എത്ര വെലോസിറ്റിയാണ് ഇവൻ എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ mgh മാസ് ഓഫ് ദി ബ്ലോക്ക് എത്രയാണ്? മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? 2 × 10g. ഓക്കെ, ഇൻറ്റു h എത്ര? 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എസ് ഉണ്ടാക്കുമ്പോൾ 10⁻⁻1 മീറ്റർ. ഇതും വെട്ടിപ്പോയി. അപ്പം 2 ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, 2 ആണ് പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജീനെ എനിക്ക് എന്ത് വേണം? ഈ പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് എന്താ അവിടെ വേണ്ടേ? ഈ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്, ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് കിട്ടണം. ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഈ mgh എനിക്കൊന്ന് മാറ്റി എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജീൻ്റെ ടേംസിൽ എഴുതാം. എമ്മും വെട്ടിപ്പോയി കേട്ടോ. അയ്യോ, ഞാൻ എന്തിനാ 2 കണ്ടുപിടിച്ചല്ലേ? സോറി, വെട്ടിപ്പോയി. ഓക്കെ, ഈ g എന്ന് പറഞ്ഞാൽ 10 ആണ്, h എന്ന് പറഞ്ഞാൽ 10⁻⁻1 ആണ്. ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു v². ഇതും വെട്ടിപ്പോയി. 2 ഈസ് ഈക്വൽ ടു v². അപ്പോൾ v0 എന്ന് പറഞ്ഞാൽ എന്താണ്? √2 ആണ്. അപ്പം വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ √2 ആണ്. ഇനി ക്വസ്റ്റ്യൻ തന്ന ഡാറ്റക്ക് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് എന്താണ് മാസ് ഓഫ് ദി ബുള്ളറ്റ്? എന്താണ് മാസ് ഓഫ് ദി ബുള്ളറ്റ്? എന്താ? 10 ഗ്രാം. ഓക്കെ, 10 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻2 കിലോഗ്രാം. ഇതിൻ്റെ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് എത്രയാണ്? 400 ഈസ് ഈക്വൽ ടു mb എത്രയാണ്? വീണ്ടും 10⁻⁻2 ഇൻറ്റു vb പ്ലസ് m0 എത്രയാണ്? 2. വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് എത്ര കണ്ടുപിടിച്ചില്ലേ? √2. ഓക്കെ, അപ്പോൾ 4 - 2 √2 ഈസ് ഈക്വൽ ടു vb. 4 - 2 √2 എത്രയായിട്ട് വരും? 1.41 ഇൻറ്റു 2 282.82. 4.0 2.82 മനസ്സിൽ എത്ര വരും ഇവിടെ? 1.18 ഡിവൈഡ് ബൈ 10⁻⁻2 എന്ന് വെച്ചാൽ 10⁻⁻2 എന്ന് വെച്ചാൽ 1/118ൻ്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത് അല്ലേ? 118ൻ്റെ റൂട്ട്. അയ്യോ, എന്താ തെറ്റിയേ? കമോൺ ബോയ്സ്, എന്താ തെറ്റിയേ? എന്താണ് തെറ്റിയേ? മാസ് ഓഫ് ദി ബുള്ളറ്റ്. അയ്യോ, എന്താ തെറ്റിയേ? അവിടെ എന്താ തെറ്റിയ? ഹെൽപ്പ് മീ. എന്തോ ഒരു കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്.
നിങ്ങളെല്ലാവർക്കും എൻ്റെ കൂടെ പോസ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ കോൺസെൻട്രേഷനും പോയി, എനിക്ക് ആകെ ചടച്ചു. ഓക്കെ, എന്താ തെറ്റടാ ഒന്ന് പറഞ്ഞതാ. എന്തിനാ ഇവിടെ റൂട്ട് അല്ലേ? ഇവിടെ റൂട്ടൊന്നും ഇല്ലല്ലോ. 118 അപ്രോക്സിമേറ്റ്ലി 120. ആൻസർ 120 സി. ഓക്കെ, അത്രയേ ഉള്ളൂ. അവിടെ മനസ്സിലായില്ലെന്നോ? ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിക്കുന്നത്. ഒരു ബുള്ളറ്റ് ഒരു ബ്ലോക്കിന് ഇടിച്ചു. ഒരു ബുള്ളറ്റ് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്കിന് ഇടിച്ചു, ബ്ലോക്ക് പൊന്തി, ബുള്ളറ്റ് പിന്നെ ബാക്കി പോവാണ്. ഈ ബുള്ളറ്റ് പിന്നെ പോകുന്നതിൻ്റെ വെലോസിറ്റി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ആ വെലോസിറ്റി എന്ത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം എൻ്റെ ഇക്വേഷൻ ദ മാസ് ഓഫ് ദി ബുള്ളറ്റ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് പ്ലസ് മാസ് ഓഫ് ദി ഒബ്ജെക്ട് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജെക്ട് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ബോഡി, mass of the bullet into final velocity of the bullet plus mass of the object into final velocity of the object. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇനീഷ്യലി നമ്മളെ ഒബ്ജക്റ്റ് തൂങ്ങിയിട്ട് ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അപ്പോൾ എന്തില്ല? ഈ ഒരു മച്ചാനില്ല. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, ഈ സാധനമുണ്ട്, ഈ സാധനമാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ സാധനമുണ്ട്, ഈ സാധനം അറിയില്ല. ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ബ്ലോക്ക് അറിയില്ല. പക്ഷേ ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. ആ ബ്ലോക്ക് ഒന്ന് പൊന്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പൊന്തുക എന്ന് പറഞ്ഞാൽ പൊന്തുക, ഹൈറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ mg വെച്ച് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഹാഫ് mv² ആയിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ബ്ലോക്കിന് കിട്ടിയിട്ടുള്ള വെലോസിറ്റി v0 കണ്ടുപിടിക്കാം. അങ്ങനെ v0 ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2√2. പിന്നെ സിമ്പിൾ മാത്സ് ചെയ്തു. അവസാനം vb എന്ന സാധനം എന്ത് ചെയ്തു? 118 കിട്ടി. 118 എന്നുള്ള ഓപ്ഷൻ ഇല്ല, പക്ഷേ 120 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 120 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് consider a drop of rainwater having a mass 1 gram falling from a weight of 1 kilometer. It hits the ground with a speed of 50 meter per second. Taking g constant. നിങ്ങൾ ആരും പോകരുത്, നമ്മൾ മറ്റേ തെർമോഡൈനാമിക്സിലൊക്കെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. റേ ഒപ്റ്റിക്സും നല്ല ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം പോയ 10 മണി എടുക്കുള്ളൂ, അതിൻ്റെ അപ്പുറം ഞാൻ പോകില്ല. കാരണം ഞങ്ങൾക്കൊന്നൊക്കെ പൂട്ടിയിട്ട് വിട്ടു പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വാൻ നിർത്തും. ആരും വെറുതെ എന്ത് ചെയ്യരുത്. അപ്പോൾ നോക്കാം. കൺസിഡർ ഡ്രോപ്പ് ഓഫ് റെയിൻ വാട്ടർ ഹാവിംഗ് എ മാസ് 1 gram falling from a height of 1 kilometer. It hits the ground with a speed of 50 meter per second. Okay, take g with a value of 10 meter per second. Work done by the gravitational force. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ഒരു റെയിൻ ഡ്രോപ്പ് ഉണ്ട്. ഈ റെയിൻ ഡ്രോപ്പിൻ്റെ മാസ് 1 gram ആണ്. അത് ഇനീഷ്യലി എന്തായിരുന്നു? റെസ്റ്റിലായിരുന്നു. അത് ഫോളോ ചെയ്ത് ഗ്രൗണ്ടിലെത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 50 meter per second എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രൗണ്ട് വിത്ത് സ്പീഡ് ഓഫ് 50 meter per second. ടേക്കിംഗ് ജി കോൺസ്റ്റൻറ്റ്, ജീൻ്റെ വാല്യൂ എത്ര? 10 meter per second. വാട്ട് ഈസ് എ വർക്ക് ഡൺ ബൈ? എന്താ ചോദിച്ചിട്ടുള്ളത്? വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്ക്, അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 1 kilometer ആണ്. എന്ന് വെച്ചാൽ എത്രടാ? 1000 meter ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താടാ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സിംപ്ലി mgh ആണ്. എം എന്ന സാധനം 1 gram എന്ന് പറയുമ്പോൾ 10⁻³ ആണ്. വാട്ട് ഈസ് ജി എന്നുള്ള സാധനം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10 ആണ്. വാട്ട് ഈസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. വെട്ടിപ്പോയി. വർക്ക് എന്നുള്ള സാധനം എന്താണ്? 10 joules ആണ്. വർക്ക് എന്ന സാധനം 10 joules ആണ്. അങ്ങനത്തെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി എന്നാകുന്നു. ഓക്കെ, നമുക്ക് അതിലോട്ട് എത്തണ്ട, നമുക്ക് വേറെ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ. ഫോഴ്സ് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? മുകളിലോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഫോഴ്സ് മുകളിലോട്ട് റെസിസ്റ്റൻസ് കൊടുക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുക? വർക്ക് നെറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് mv² എന്നാണ്. അപ്പോൾ വർക്ക് നെറ്റ് ഇവിടെ ഏതൊക്കെ വർക്ക് ഉണ്ടടാ? വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി ഉണ്ട്, വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റൻസ് ഫോഴ്സും ഉണ്ട്. ഈസ് ഈക്വൽ ടു ഹാഫ് mv². വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി എന്താ നേരത്തെ കണ്ടുപിടിച്ചത്? 10 joule. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 10 joule പ്ലസ് വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു v. എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? എമ്മും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 gram എന്ന് തന്നിട്ടുള്ളത് അല്ലേ? 1 gram എന്ന് പറഞ്ഞാൽ 10⁻³ v എന്ന് പറഞ്ഞാൽ 50 തന്നിട്ടുള്ളത്. 50ൻ്റെ സ്ക്വയർ എത്രയാടാ? 25 ഇൻറ്റു 10⁻². ഓക്കെ, 25 10⁻², 10⁻⁻1 വന്നു, 2.5/2 വന്നു. വർക്ക് ഈസ് ഈക്വൽ ടു 2.5/2 അല്ലേ? 2.5/2 -10. അപ്പോൾ നമുക്ക് എന്തായാലും 1.25 - 10 that is equal to -8.75. So our answer is simply option C.
സ്ഥലം. ആൻസർ ഈസ് സിംപ്ലി ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, കുറേ കുട്ടികൾക്ക് ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു ഫുള്ളി സിസ്റ്റം കാണുമ്പോൾ നിങ്ങളാകെ പേടിച്ചു, അയ്യോ 2 മാസ് ഫ്രിക്ഷൻ എന്നൊക്കെ തന്നിട്ടുണ്ട്, സീനാണല്ലോ. സിമ്പിളായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചുതരാം, നോക്കിക്കോ. എ സിസ്റ്റം കൺസെപ്റ്റ് 3 masses m1, m2, m3 connected by a string passing over a pulley P. The mass m1 hangs freely and mass m2 and m3 are on a rough horizontal table and the coefficient of friction is mu. The pulley is frictionless and of negligible mass. The downward acceleration of the mass is ആക്സലേഷൻ ഓഫ് ദി ഈ മാസിൻ്റെ ആക്സലേഷൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ ആ സാധനം എന്ത് ചെയ്യുന്നുണ്ടടാ, നമ്മൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ക്വസ്റ്റിന് വേറെ അഡീഷണൽ ഡാറ്റ തന്നിട്ടുണ്ട്. എന്താണ്? m1 = m2 = m3 = 3. എല്ലാവരും m മാസുകളാണ്. അപ്പോൾ ഞാനതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഞാൻ സെയിം സിസ്റ്റം, മാസ് സിസ്റ്റം ഒന്ന് റീഡ്രോ ചെയ്യുന്നു. മാസ് m അല്ലേ, മാസ് m1 m2 എല്ലാത്തിനും മാസ് m എന്ന് വിളിക്കുകയാണ്. മാസ് m, ഇവിടെ വീണ്ടും മാസ് m. ഓക്കെ, ഇപ്പോൾ ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം, ഈ അടിയത്തെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? അടിയിലോട്ട് ഒരു mg ഉണ്ട്, മുകളിലോട്ട് ഒരു ടെൻഷൻ T ഉണ്ട്. അടിയിലോട്ടാണ് ആക്സലേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അടിയിലോട്ട് ഒരു ma ഉണ്ട്. ഈ a എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇക്വേഷൻ അടിയിലോട്ടാണ് നെറ്റ് മോഷൻ, അപ്പോൾ ഈ മച്ചാനാണ് ഗ്രേറ്റർ. അപ്പോൾ mg - T = ma എന്നാകുന്നു. ഓക്കെ, ഇനി നമുക്ക് ടി കണ്ടുപിടിച്ചേ പറ്റൂ, കാരണം ടി കിട്ടിയാലേ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടി ഞാൻ നോക്കുമ്പോൾ എനിക്കിവിടെ ഞാനിതാ ഈ ഇതിനെ ഒന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇതിനെ മാറ്റി വരയ്ക്കുന്നത് രണ്ടും ഒരേ മാസമാണ്. ടെൻഷൻ സ്പ്രിങ്ങിനൊന്നുമില്ല, എന്തില്ല, മാസില്ല. അപ്പോൾ അതൊരു 2m മാസമായിട്ട് ഞാൻ മാറ്റി വരച്ചു. 2m മാസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അടിയിലോട്ട് എന്താ ഉള്ളത്? 2mg. അപ്പോൾ മുകളിലോട്ട് എന്താ ഉള്ളത്? വീണ്ടും 2mg അല്ലേ? ഹൊറിസോണ്ടൽ ഫോഴ്സസ് ബാലൻസ്ഡ്. അപ്പോൾ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2mg ആകുന്നു. നോർമൽ റിയാക്ഷൻ 2mg ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? 2μmg. ഇങ്ങോട്ടാണ് എന്തുള്ളത്? ടെൻഷൻ T ഉള്ളത്. ഇങ്ങോട്ടാണ് എന്തുള്ളത്? മോഷൻ ഉള്ളത് അല്ലേ? ഈ ബോഡി അടിയിലോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ബോഡി ഇങ്ങോട്ട് പോകും അല്ലേ? അപ്പോൾ ടെൻഷൻ T, അപ്പോൾ ബോഡി നെറ്റ് മോഷൻ ഇങ്ങോട്ട് 2ma ഇങ്ങോട്ടാണ്. അപ്പോൾ ടെൻഷൻ T ഇങ്ങോട്ട്, അപ്പോൾ ടെൻഷൻ T ആണ് ഗ്രേറ്റർ. അപ്പോൾ 2mൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് സംഭവിക്കണം? ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയേ. T - 2μmg = 2ma. ശരിയല്ലേ? സോറടാ, ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യുക? 2 ഇക്വേഷൻ വെറുതെ ആഡ് ചെയ്യുക. വെറുതെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കും ടി ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? mg - 2μmg = 3ma. അല്ലെങ്കിൽ mg കോമൺ ആക്കി പുറത്തെടുക്കുന്നു. 1 - 2μ = 3ma. m വെട്ടി. എനിക്ക് എന്താ വേണ്ടേ? ആക്സലേഷൻ ആണ് വേണ്ടേ അല്ലേ? അപ്പോൾ g × 1 - 2μ / 3 = ആക്സലറേഷൻ. ദിസ് ഈസ് യുവർ ആൻസർ. കേട്ടോ, സിമ്പിൾ സാധനം. ഇല്ലടാ, ഞാൻ ഇനി തല ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആകെ എന്താ ചെയ്തത്? നിങ്ങൾ റഫ് സർഫേസ് ഇങ്ങനത്തെ ഒരു പുള്ളി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത്? പേടിക്കരുത്, വെറുതെ നോക്കുക. സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ മാസ് m അടിയിലോട്ട് എന്തുണ്ട്? mg ഉണ്ട്. മുകളിലോട്ട് എന്തുണ്ട്? ടെൻഷൻ്റെ വലിവുണ്ട്. നെറ്റ് മോഷൻ അങ്ങോട്ടാണ്, അടിയിലോട്ടാണ്. അപ്പോൾ ഈ mg ഫോഴ്സ് ആണ് ഗ്രേറ്റർ. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? mg - T = ma. അതായി. ഇനി നമ്മൾ മുകളിലോട്ട് മോഷൻ 2 മാസസ് m ഉണ്ട്. രണ്ടും കൂടി ഞാൻ കൾമിനേറ്റ് ചെയ്ത് 2m മാസമായി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ 2m മാസിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? പിന്നിലോട്ട് എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് 2μmg ഉണ്ട്. മുമ്പിലോട്ട് എന്തുണ്ട്? ടെൻഷൻ T ഉണ്ട്. ബോഡി അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മുമ്പിലോട്ട്. അപ്പോൾ മുമ്പത്തെ ഫോഴ്സാണ് ഗ്രേറ്റർ. അപ്പോൾ ഇക്വേഷൻ എന്തായി? ടെൻഷൻ T = എന്താ? T - 2μmg = 2ma. സിമ്പിൾ മാത്സ്. 2 ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യുന്നു. സിമ്പിൾ മാത്സ്. ആക്സലേഷൻ എനിക്ക് എന്ത് കിട്ടി? g × 1 - 2μ / 3 എന്ന് കിട്ടി. സിമ്പിൾ സാധനം. ഓക്കെ, വളരെ സിമ്പിൾ സാധനം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ മെല്ലെ എന്ത് ചെയ്യുക? കാമായിട്ട് ഓരോ ബോഡി ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് പോവുക. ഓക്കെ, ഇനി അടുത്ത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഈ ഇനേർഷ്യ വാക്കുന്ന
ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഡിസ്കോ ഒരു റിങ്ങോ റിസ്കോ സ്ഫിയറോ എന്തോ ഉണ്ട്, ആ ബോഡിയിൽ നിന്ന് നമ്മൾ ഒരു സാധനത്തിനെ അടർത്ത് മാറ്റി, അപ്പോൾ ബാക്കിയുള്ളവരുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. വളരെ സിമ്പിൾ ചോദ്യം. നിങ്ങൾ ചെയ്യുക, ഈ മൊത്തം ഡിസ്കിൻ്റെ എന്ത് കാണുക, ഇനർഷ്യ കാണുക. എന്നിട്ട് ഈ അടർത്തിയെടുക്കുന്ന ഈ സ്ഫിയറിൻ്റെയോ ഡിസ്കിൻ്റെയോ അതിൻ്റെ എന്ത് കാണുക, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാം. രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആയി. ഒന്നുകൂടിയും പറയാം, മൊത്തം ഡിസ്കിൻ്റെ ഇനർഷ്യ കാണാം, റിമൂവ് ചെയ്യാൻ പോകുന്ന ഡിസ്കിൻ്റെ ഇനർഷ്യ കാണാം, രണ്ടും സബ്ട്രാക്ട് ചെയ്യുന്ന ബാക്കിയുള്ള ഡിസ്കിൻ്റെ ഇനർഷ്യ കാണാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാ, ഫോർ എ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ ആൻഡ് മാസ് എം എ സർക്കുലർ ഹോൾ ഓഫ് ഡയമീറ്റർ ആർ ഹൂസ് റിം പാസസ് ത്രൂ ദ സെൻറ്റർ ഇസ് കട്ട്. What is the moment of inertia of the remaining part of the disk about a perpendicular axis passing through the center? എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഇനീഷ്യലി ഒരു റിങ് ഉണ്ടായിരുന്നു. ഇനീഷ്യലി നമുക്ക് എന്തുണ്ടടാ, ഒരു റിങ് ഉണ്ട്, ഒരു ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്കിൽ നിന്ന് എന്താ പറഞ്ഞിട്ടുള്ളത്, ഞാൻ വേറൊരു ഡിസ്ക് കട്ട് ചെയ്യുക. ഡിസ്ക് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം അതിൻ്റെ റിമ്മ് പാസ് ത്രൂ ദ സെൻറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഡിസ്ക് കട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഡിസ്ക് കട്ട്. അപ്പം ഈ എൻറ്റയർ ഡിസ്കിൻ്റെ റേഡിയസ് എന്താ, എൻറ്റയർ ഡിസ്കിൻ്റെ റേഡിയസ് ആർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സർക്കുലർ ഓഫ് റേഡിയസ് ആർ. ഓക്കെ, എ സർക്കുലർ ഹോൾ ഓഫ് ഡയാമീറ്റർ ആർ എന്ന് വെച്ചാൽ ഈ ഡിസ്കിൻ്റെ റേഡിയസ് എത്രയാണ്, ഡയമീറ്റർ ആർ ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്, r/2. r/2 റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് അടർത്തി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ മച്ചാൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദി സെൻറ്റർ പെർപെൻഡിക്കുലർ ഡിസ്ക് എന്ത് എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം എൻറ്റയർ ഡിസ്കിൻ്റെ കാണാം, എന്നിട്ട് അടർത്തിയെടുക്കാൻ പോകുന്നതിൻ്റെ ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എൻറ്റയർ ഡിസ്കിൻ്റെ എന്താണ്, ഇറ്റ് ഈസ് ഓൾവേസ് mr²/2. ഇതാണ് എൻറ്റയർ ഡിസ്കിൻ്റെ അല്ലേ, എൻറ്റയർ ഡിസ്കിൻ്റെ എന്താണ് mr²/2 ആണ്. ഇനി നമുക്ക് ഈ മച്ചാൻ്റെ കാണണം. അപ്പോൾ ഞാൻ എഴുതും വീണ്ടും r² ആണ്, അപ്പോൾ r/2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ mr²/4 × 8, mr²/8 ആണ് ഇതിൻ്റെത്. രണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. mr²/2 മൈനസ് mr²/8 എന്തായിരുന്നു, 4 - 3 അല്ല 4 - അപ്പോൾ 3/8 mr². ഇതാണ് ആൻസർ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിൽ കുറേ പേരെ കുത്തുക. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. ഇതെന്തുകൊണ്ട് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് പൊട്ട തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്, കാരണം ഇതിൻ്റെ മാസ് m ആണെങ്കിൽ ഇതിൻ്റെ മാസ് m ആവൂടാ, m ആവില്ല. എന്താവില്ല, m ആവില്ല. ഒരു എമ്മിനെക്കാട്ടും കുറഞ്ഞ മാസമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് എഴുതണം, m' എന്നാണ് എഴുതേണ്ടത്. ഞാൻ m' ഞാൻ m ടേംസ് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്ക്കാണ് നിങ്ങൾ എന്താ ചെയ്യടാ, മാസ് പെർ യൂണിറ്റ് ഏരിയ കണ്ടുപിടിക്കും. ഓക്കെ, ഡിസ്ക് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ തന്നെ പഠിച്ചോ. ഇതിൻ്റെ ഒരു ഡിസ്കിൻ്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ, എൻറ്റയർ മാസ് m ആണ്, എൻറ്റയർ ഏരിയ എന്താണ്, πr² ആണ്. ഇതാണ് മാസ് പെർ യൂണിറ്റ് ഏരിയ. ഇനി ഈ ഡിസ്കിൻ്റെ ഏരിയ എത്രയാണ്, ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ മാസ് കിട്ടും. എന്ന് വെച്ചാൽ m' ഈസ് ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് ഡിസ്ക് അല്ലേ, ഏരിയ ഓഫ് ദാറ്റ് ഡിസ്ക് അല്ലേ, സിമ്പിൾ മാത്സ്. മാസ് പെർ യൂണിറ്റ് ഏരിയ എനിക്കറിയാം m/πr² ആണ്, ഇൻറ്റു ഏരിയ ഓഫ് ദിസ് ഡിസ്ക് എന്താടാ, πr/2 ദി ഹോൾ സ്ക്വയർ. പൈ വെട്ടി. ഓക്കെ, അപ്പോൾ സാധനം എന്താണ്, m/r² ഇൻറ്റു r²/4 ആണ്. r² വെട്ടി. അപ്പോൾ m' എന്ന് പറഞ്ഞ മച്ചാൻ എന്താടാ, m' സിംപ്ലി m/4. ഈ സാധനം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് സംഭവിക്കുന്നു, m/4 ഇൻറ്റു r²/4 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ എത്രയാടാ, mr² ഡിവൈഡഡ് ബൈ 16 × 2 വിച്ച് ഈസ് 32. ഇതാണ് എന്ത്, ഈ മച്ചാൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr²/32. ഈ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണ്, ഈ സെൻറ്ററിലൂടെ പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണ് അല്ലേ, ഇതിലൂടെ പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണ്. നമ്മുടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇതിലൂടെ പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഈ എൻറ്റയർ ഡിസ്കിൻ്റെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്, mr²/2 ആണ്. ഇനി ഈ ഒരു ഡിസ്ക് കാരണം ഇവിടെ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, പാരലാക്സ് തിയറം. പാരലാക്സ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അലോങ് ആൻ അൺനോൺ ആക്സിസ് ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇൻ എ നോൺ ആക്സിസ് പ്ലസ് mass of that body into what, mass of the body into what, distance between the axis അല്ലേ, parallax theorem, distance between the axis
ഇവിടെ റൊട്ടേഷൻ ഒന്നും കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ അൺനോൺ എന്ന് വെച്ചാൽ ഐ ത്രൂ ദ സെൻറ്റർ ഓഫ് ദി ബിഗർ സ്ഫിയർ ഈസ് ഇക്വൽ ടു ഐ നോൺ എന്താടാ mr²/32. മാസ് ഓഫ് ദ ഡിസ്ക് എന്താണ്, മാസ് ഓഫ് ഈ ഡിസ്ക് എന്താടാ m/4 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലസ് m/4 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്സിസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഈ ഡിസ്റ്റൻസ് എന്താടാ r/2. r/2 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് സ്ക്വയർ ആണ്, അതാണ് ഫോർമുല r/2 സ്ക്വയർ. അപ്പോൾ വീണ്ടും എന്തായി mr²/32 പ്ലസ് mr²/16 എന്തായി 3mr²/32 എന്നായി. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചില കുറേ പേര് കൺഫ്യൂഷൻ ഉണ്ടാവും. എൻറ്റയർ ഡിസ്ക് പുതിയ കട്ട് ഔട്ട് ചെയ്ത ഡിസ്ക് നമ്മുടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ഈ ഡിസ്ക് കട്ട് ഔട്ട് ചെയ്താൽ ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡിസ്കിൻ്റെ ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. എന്നിട്ട് പാരലാക്സ് തിയറം വെച്ച് ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ മൊത്തം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിമൈനിങ് മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. അപ്പോൾ 3mr²/32 ആണ് ചെറിയ ഡിസ്ക് കാരണം സെൻറ്റർ ഉണ്ടാകുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മൊത്തം ഡിസ്ക് കാരണം ഉണ്ടാകുന്ന സെൻറ്റർ ഓഫ് ഇനേർഷ്യ എന്താണ്, mr²/2 ആണ്. ഇത് രണ്ട് വെറുതെ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇതുകൊണ്ട് സബ്ട്രാക്ട് എന്ത് സംഭവിക്കണം, 16 - 3. അപ്പം 13mr²/32 ഇതാണ് റിമൈനിങ് ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മനസ്സിലായോ? സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരുപാടുണ്ട് ഈ പാഠത്തിൽ. സെൻറ്റർ ഓഫ് മാസ് വെച്ചിട്ടുണ്ട്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഒക്കത്തിന് കൺസെപ്റ്റ് ഇതാണ്. മൊത്തത്തിന് കണ്ടുപിടിക്കുക. ഈ ചെറിയ നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന മാസ് കാരണം നമ്മളെ പറയപ്പെടുന്ന ആക്സിസിൽ വെറുതെ ഏതെങ്കിലും ആക്സിസ് അല്ല, ഈ പറയപ്പെടുന്ന ആക്സിസിൽ ഈ മാസ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുത്തു കളയുക. അപ്പോൾ ബാക്കിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, മാസ് എപ്പോഴും എല്ലായിടത്തും എം എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മൊത്തം ഡിസ്കിനെ എം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഡിസ്ക് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക, മൊമെൻറ്റ് ഓഫ് മാസ് ഡിവൈഡ് ബൈ യൂണിറ്റ് ഏരിയ ഇൻറ്റു ആ ഡിസ്കിൻ്റെ ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്കിൻ്റെ മാസ് കിട്ടും. എന്നിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റെപ്പ് വൈസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു വട്ടോടെയും കേൾക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി റൊട്ടേഷണൽ മോഷൻ വരുന്ന ഒരു കൺസെപ്റ്റാണ് ആംഗുലർ മൊമെൻറ്റം കൺസെപ്റ്റ് അല്ലെങ്കിൽ ടോക്കിൻ്റെ കൺസെപ്റ്റ്. എന്താണ്, എ റോഡ് PQ ഓഫ് മാസ് m and length L is hinged at end P. The rod is kept horizontal by a massless string tied to point Q as shown in the figure. When the string is cut, the initial angular acceleration is. എന്താ സംഭവിക്കുന്നത്, ഇത് ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികം ഇവിടെ ഹിഞ്ച്ഡ് ആണ് അല്ലേ. എന്ത് സംഭവിക്കും, ഇത് ഇങ്ങനെ പോകും, ഒരു സർക്കുലർ മോഷനിൽ പോകും. സർക്കുലർ മോഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഒരു ടോർക്ക് ഉണ്ടാവും, ഒരു ആംഗുലർ ആക്സലേഷൻ ഉണ്ടാവും. ഈ ആംഗുലർ ആക്സലേഷൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആംഗുലർ ടോർക്ക് എന്ന് കേട്ടാൽ എനിക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു I alpha എന്ന ഇക്വേഷൻ ഉണ്ട്. ടോക്ക് ഈസ് ഈക്വൽ ടു എന്തുണ്ട്, ഫോഴ്സ് ഇൻറ്റു R എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, I alpha അല്ലേ, ഞാൻ എന്തായിക്കാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ റോഡ് ഏത് ആക്സിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഈ ആക്സിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി റോഡാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി റോഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താടാ, ml²/3 ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഡാറ്റ കാണാപ്പാടം പഠിക്കുന്നതാണ്. ml²/3 ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ml²/3 ആണ്. ചിലർക്ക് സംശയം ഉണ്ടാവും, സാറ് സെൻറ്ററിലൂടെ പോകുന്ന ml²/12 അല്ലേ, അതെന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏതാണ്, P ആണ് ആക്സ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ അവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ml²/3 ആണ് എടുക്കേണ്ടത് ഇൻറ്റു ആൽഫ. നമ്മുടെ ഈ ആൽഫ എന്ത് എന്നുള്ളതാണ് ചോദ്യം, ആംഗുലർ ആക്സലേഷൻ എന്തെന്നുള്ള ചോദ്യം ഈസ് ഈക്വൽ ടു നമ്മളെപ്പോൾ എങ്ങനെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഏതാടാ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്താണ്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നടുവിലാണെങ്കിൽ അടിയിലോട്ടുള്ള അല്ല യൂണിഫോം റോഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യൂണിഫോം റോഡ് അൺലെസ് അൺടിൽ സ്പെസിഫൈഡ് യൂണിഫോം റോഡാണ്, ഇതൊരു യൂണിഫോം റോഡാണ്. അപ്പോൾ അടിയിലോട്ട് എന്തുണ്ട്, mg ഉണ്ട്. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്താണ്, മൊത്തം ഡിസ്റ്റൻസ് L ആണെങ്കിൽ ഇത് L/2, ഈ L/2 ആണ് R. ഓക്കെ, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ mg ആണ് ഫോഴ്സ്, R എന്ന് പറഞ്ഞാൽ L/2 ആണ്. m വെട്ടി ഒരു L വെട്ടി ഒരു L വെട്ടി. ആൽഫ എന്ന് പറയുന്നത് 3g/12 ആണ്. യുവർ ആൻസർ ഈസ് 3g/12, ഓപ്ഷൻ സി. ഓക്കെ അല്ലേ?
ഇതാ ഈ തിൻ റോഡ് കട്ട് ഇൻ 2 പീസസ്. അതൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം മാസം എം ആണ്, ഇത് m/2 ആയി, ലെങ്ത്ത് l/2 ആയി. ഇവിടെ എന്ത് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ml²/3, എമ്മിന് വരെ m/2, എല്ലിന് വരെ l/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുകൂടി പറയാം, എന്ത് ചെയ്യുക? റോഡാണ്, റോഡിൻ്റെ അറ്റത്തുള്ള ml²/3 ആയിരിക്കും. പക്ഷേ മൊത്തം m എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ക്വസ്റ്റ്യൻ? ഒരു m എന്നുള്ള ഒരു റോഡുണ്ട്, അത് ഞാൻ ഇങ്ങനെ പിടിച്ച് ബെൻഡാക്കി 90 ഡിഗ്രിയിൽ ബെൻഡാക്കി. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം m ആയിരുന്നു, അപ്പോൾ ഇത് m/2, ഇത് l/2, ഡിസ്റ്റൻസ് l/2. അപ്പം ഒരു റോഡിൻ്റെ എൻഡിലൂടെ പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ml²/3 എന്നാണ്. ഇവിടെ m എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? m/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, l എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? l/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റോഡ് കാരണമുള്ള കിട്ടും. അങ്ങനെ ഈ റോഡ് എന്തായാലും സെയിമിനായിരിക്കും, ഇൻറ്റു 2 മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ എന്താണെന്ന് എനിക്കറിയില്ല, ആൻസറും കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാൻ സമയമില്ല. ഇനി എന്താണ്? എ റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി 2 പ്ലാനറ്റ് ഹൂസ് റേഡിയസ് ആൻഡ് മീൻ ഡെൻസിറ്റി ആർ ട്വൈസ് ദ സെയിം. ഇതൊക്കെ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി √2gm/r ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാസമല്ല, നമുക്ക് 2 വെലോസിറ്റി തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? റേഡിയസ് മീൻ ഡെൻസിറ്റിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ എമ്മിന് ഞാൻ എന്ത് മാറ്റണം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നുള്ള സാധനത്തിലോട് മാറ്റണം. അപ്പോൾ 2g ഇൻറ്റു 4/3πr³ ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ r. ഒരു r വെട്ടി, ഒരു r² വെട്ടി. അപ്പം r ഇൻറ്റു √r, ഇതാണ് v ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ഇൻറ്റു √r എന്നുള്ളതാണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ എന്തായി? ട്വൈസ് ആയി അല്ലേ? ട്വൈസ് ആയി. അപ്പം VE ഡാഷ് ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു √2 റോ. ഇതാണ് സാധനം. r വെട്ടി, റോ വെട്ടി, ബാക്കിയുള്ളത് എന്താണ്? VE ഡാഷ് ഈസ് ഈക്വൽ ടു 1/2 √2, അല്ലെങ്കിൽ VE ഡാഷ് എന്ന് പറയുന്നത് 2√2 VE എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തുള്ളൂ, വേറെ ഒന്നും വലിയ കോംപ്ലക്സ് സാധനം ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി √2gm/r എന്നാണ്. m എന്ന് പറഞ്ഞാൽ 4/3πr³ എന്നാണ്. അപ്പം 4/3πr³ ഇൻറ്റു റോ എന്നാണ്. അപ്പം സിമ്പിൾ 2 ഇക്വേഷൻ കിട്ടി, ഡിവൈഡ് ചെയ്തു. ഓക്കെ, സിമ്പിൾ സാധനം. ഓക്കെ, ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? ഇതൊക്കെ നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷേ നമുക്ക് നിങ്ങൾ കുറേ പേര് തെർമോഡൈനാമിക്സ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യണം? തെർമോഡൈനാമിക്സ് ചെയ്യണം, അത് ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പോയാൽ മതിയോ? നിങ്ങൾ പറയും, വേഗം പറയും. ഗീവ് മി റെസ്പോൺസ് ASAP. എല്ലാവരും ക്ഷീണിച്ചോ? ഒന്നും ഉഷാറില്ല. ലാസ്റ്റ് ഇവിടെ മനസ്സിലായില്ലേ? ഇവിടെ മനസ്സിലാവാനൊന്നുമില്ല. എസ്കേപ്പ് വെലോസിറ്റി VE എന്ന് പറഞ്ഞാൽ √2gm/r ആകുന്നു. m എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ടേംസ്? റേഡിയസും ഡെൻസിറ്റിയും ഇവിടെ ഉൾപ്പെടുത്തണമെങ്കിൽ ആകെ ഒരു പോസിബിലിറ്റി, മാസിനെ ഞാൻ വെലോസിറ്റി ഇൻറ്റു ഡെൻസിറ്റി എന്നുള്ള സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³ ആണ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി √2g ഇൻറ്റു വോളിയം 4/3πr³ ഇൻറ്റു റോ ഡിവൈഡ് ബൈ r. ഒരു r വെട്ടി, ഇവിടെ ബാക്കി എന്തായി? r² ആയി. അപ്പോൾ VE ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? √r² റോ എന്നാണ്, അല്ലെങ്കിൽ r ഇൻറ്റു √ρ എന്നാണ്. അപ്പം നമുക്ക് VE ഡാഷ് തന്നുള്ളത് അല്ലേ? രണ്ടാമത്തെ പ്ലാനറ്റിൽ എന്താ പ്രത്യേകത? 2r ആണ്, 2 റോ ആണ്. അതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇത് 2 ഡിവൈഡ് ചെയ്യുന്നു. r വെട്ടി, √ρ വെട്ടി. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? V/VE ഡാഷ് ഈസ് ഈക്വൽ ടു എന്താടാ? 1/2 √2 ആണ്. അല്ലെങ്കിൽ 2 റേഷ്യോ എന്താണ്? VE ഈസ് ടു VE ഡാഷ് എന്താണ്? 1:2 √2 ആണ്. ദാറ്റ് ഇസ് ആൻസർ. ഓക്കെടാ, ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഇനി പറയുന്നില്ല, ഇനിയൊരു മോട്ടിവേഷൻ സാധനമൊന്നുമില്ല. ഇനി ക്വസ്റ്റ്യൻ 10 മണി, കറക്റ്റ് 10 മണി ഞാൻ നിർത്തിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉറങ്ങാനും ആക്കാനൊക്കെ ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് എന്തായാലും PDF അയച്ചു തരാം. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ഇതേമാതിരി ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മെൻറ്ററിനോട് ചോദിക്കുക. മെൻറ്റർ എന്നെ കണക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം, ലാസ്റ്റ് ആയിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്യുക? ഇത്രയും കാലം നിങ്ങൾ കുറേ പഠിച്ചു അല്ലേ? നിങ്ങൾ +2 വരെ ജീവിച്ചു, അല്ലെങ്കിൽ റിപ്പീറ്റ് ഒരു കൊല്ലം എക്സ്ട്രാ നിന്നു. എന്തോ നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു കള്ളുകൂടിയാണോ, കഞ്ചാവുടിയാണോ, അല്ലെങ്കിൽ വേറെ വൃത്തിയായിട്ട പാസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരൊക്കെ വെറുക്കപ്പെട്ടവനാണോ, എന്താ ഒന്നും എനിക്കറിയില്ല. എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു 3 മണിക്കൂർ എക്സാം നിങ്ങൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ പാസ്റ്റ് ഒക്കെ പോകും.
ആ പാസ്റ്റ് ഒക്കെ മാറും. അൾട്ടിമേറ്റ്ലി ലൈഫ് സ്വിച്ചിട്ട മാറി മാറും. ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. നിങ്ങളപ്പം ഏറിപ്പോയാൽ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടി ഏറിപ്പോയാൽ 50 പേര് അറിയുന്നുണ്ടാകും. പക്ഷേ നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ കയറി, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറാകാൻ പോകണം, നിങ്ങൾ എൻട്രൻസ് ക്ലിയർ ചെയ്തെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ നാട് മൊത്തം അറിയപ്പെടും, ഉറപ്പായിട്ട് അറിയപ്പെടും. നിങ്ങൾ ഏതൊരു കല്യാണത്തിന് പോയാലും ഏതൊരു പരിപാടിക്ക് പോയാലും നിങ്ങളെ ഡോക്ടർ കുട്ടി എന്നൊക്കെ അഭിസംബോധന ചെയ്യുക. നിങ്ങൾക്ക് അവർക്ക് ഒരു റെസ്പെക്റ്റ് തരും. നിങ്ങൾ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു റെസ്പെക്റ്റ് തരും. ആ റെസ്പെക്റ്റിന് ഒരു അംശം നിങ്ങളെ ഫാദറിനും നിങ്ങളെ മദറിനും നിങ്ങളെ പാരൻസിനൊക്കെ കിട്ടും. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ ഒരുപാട് കണ്ണിച്ചൊറിയുന്ന നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ അധപതനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. ഒബ്വിയസ്ലി എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അങ്ങനത്തെ പേരുകളൊക്കെ നല്ല മറുപടി കൊടുക്കാനുള്ള ഒരു ചാൻസാണ്. ഞാൻ വീണ്ടും പറയുന്നതാണ്, ഞാനും നിങ്ങളും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 150 ക്വസ്റ്റ്യൻ മാത്രമാണ്. ആ 150 ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് വരാം, ഒബ്വിയസ്ലി വരാം. എനിക്കെന്തില്ല, ഫിസിക്സിൽ ഒരു ബിടെക്, ഞാൻ ഒരു IIT പഠിച്ചവനോ അല്ല, ഒരു ബിടെക്കും ഇല്ല, ഒരു എന്തുമില്ല. ഞാൻ ഇതിൽ ഫിസിക്സിൽ എന്ത് ഡിഗ്രി ഒന്നും എടുത്തില്ല. മറിച്ച് ആകെ എനിക്കുള്ള വിവരം എന്താണ്, ഞാൻ ഒരു കൊല്ലം ഫിസിക്സ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ കാലമായി ക്ലാസ് എടുക്കാം. അതേപോലെ നിങ്ങൾക്ക് വന്നെടുക്കാം, ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം പോക്കറ്റ് മണിയാവും, നല്ലൊരു കോളേജിൽ കയറിയാൽ നല്ലൊരു വില ആവും. പിന്നെ ലൈഫ് ഏകദേശം സേഫാണ്, ഒരു സേഫ് പ്രൊഫഷനാണ്, ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് വരുന്നത്. ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റത്തെ ടേണിംഗ് പോയിൻറ്റ്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട, ഇതെല്ലാം കൂടി ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എത്രയോ പേര് എത്രയോ വട്ടം എഴുതി വരുന്നുണ്ട്, വേറെ പലരും വേറെ പല പ്രൊഫഷനിൽ ജയിച്ച് പോകുന്നുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ഒരു ചാൻസാണ്. ഓക്കെ, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നിങ്ങൾക്ക് പറ്റാവുന്ന ഗിവ് യു ബെസ്റ്റ് ഷോട്ട്. ഓക്കെ, രണ്ടും കൽപ്പിച്ച് നിങ്ങളിതിന് ഷോട്ട് കൊടുക്കുക, എഴുതി നോക്കുക, തല കുത്തി എഴുതി നോക്കുക. ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിലും ഒരിക്കലും സങ്കടപ്പെടരുത്. അയ്യോ നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയില്ല, ഞാനൊരു തോൽവിയായി പോയല്ലോ, എൻ്റെ ഉപ്പാനും എന്നെ സങ്കടപ്പെടുത്തില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. കാരണം നമുക്ക് ഇത് പിന്നെ എഴുതാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് എഴുതുന്നതാണ് വേറെ ഇഷ്ടം പോലെ പ്രൊഫഷൻ ഉണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റത്തെ ടേണിംഗ് പോയിൻ്റ് ആണ്. ഇത് എടുത്താൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ, അടിപൊളിയാകും. ഇത് എടുത്തില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് അധപന്തലൊന്നും ആവാൻ പോകുന്നില്ല. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ ലൈഫിൽ ചാൻസ് പോയി, എത്ര ഉള്ളൂ, അടുത്ത വേറെ ഇഷ്ടം പോലെ ചാൻസുകൾ വരും. അപ്പം ഇനി 3 ദിവസം നിങ്ങൾ വെറുതെ സ്ട്രെസ് ഇങ്ങനൊന്നുമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. കൂളായി കാമായി പറയും. ഞാൻ നിങ്ങളോട് എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്പെസിഫിക്കലി നിങ്ങളുടേതായിട്ട് ഷോർട്ട് പോയിൻറ്റ്സ് ഒക്കെ ഇതിൽ നോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ മറിച്ച് നോക്കുക. ഞാൻ ലാസ്റ്റായിട്ട് പറയുന്ന ഈ സാധനം വേറെ ഒന്നും കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ബയോളജിയിൽ കുറേ കോംപ്ലക്സ് സാധനമൊക്കെ പഠിച്ചിട്ടുണ്ടാകും, കുറേ കോംപ്ലക്സ് സയൻറ്റിഫിക് നെയിമൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ആ സാധനങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ നോക്കുക, അത് മതി. അല്ലാണ്ട് അത് ഇങ്ങനെ കുത്തി ഇങ്ങനെ ആടി കാണാപ്പാടെ ഇങ്ങനെ പഠിക്കുന്നു, വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ നിങ്ങൾ മനസ്സ് വെറുതെ സ്ട്രെസ്ഫുൾ ആവാനൊന്നും നിൽക്കരുത്. 90 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 85 ക്വസ്റ്റ്യൻസിന് മേലെ ഇൻസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ആവും. ഒരു 3-4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പുറത്തുനിന്നൊരു വലിയ സാധനം വരുള്ളൂ. ആ 3-4 ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റായിട്ട് വെച്ച് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലിങ്ക് ചിലപ്പോൾ അതിലുണ്ടാവും, അത് വെച്ച് ചെയ്യുക. ഈ 3-4 ക്വസ്റ്റ്യൻ എഴുതുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അപ്പോൾ വെറുതെ നിങ്ങൾ ആ 3-4 കോൺസെൻട്രേറ്റിനൊക്കെ ബാക്കിയുള്ള 3 സാധപതനത്തിലാക്കരുത്. ഞാൻ വീണ്ടും പറയും, ഇനിയുള്ള പുതിയതൊന്നും പഠിക്കേണ്ട. 3 ദിവസം പുതിയതല്ല പഠിക്കേണ്ട, മറിച്ച് പഴയതൊന്ന് ദൃഢമാക്കുക. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ ഉണ്ടെങ്കിൽ ഓർഗാനിക് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക, പീരിയോഡിക് ടേബിളിന് മറ്റേ നോൺ ഓർഗാനിക് സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ച് നോക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് കൂളായിട്ട് ഇരിക്കുക. ഓക്കെ, വെറുതെ നിങ്ങൾ എന്ത് ചെയ്ത് ആകെ എക്സാം തലേന്ന് ഉറങ്ങാണ്ട് പോകരുത്. എത്ര റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഉറങ്ങാതെ പോയോ ഫിനിഷ്, ഖത്തം, ഉറപ്പാണ് ഖത്തം. കാരണം നമ്മൾ ആ ഒരു 3 മണിക്കൂർ നമുക്ക് ഉറക്കം കൂടി ഇല്ലെങ്കിൽ ആകെ ഒരു ബാഡ് മൂഡായിരിക്കും. അതിൻ്റെ പുറത്ത് ആ സ്ട്രെസ്സും നമുക്ക് നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തീർന്നു. നിങ്ങൾ അങ്ങനെ വിചാരിക്കും, നിങ്ങൾ അതാണ് വേറെ പറയാനുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഫസ്റ്റ് ചിലപ്പോൾ നിങ്ങളിങ്ങനെ മറിച്ചൊക്കെ ഫിസിക്സ്, അയ്യോ വലിയ പാരഗ്രാഫ് കണ്ടില്ല പഠിച്ചോനെ, അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തായാലും ഏതൊരു പൊട്ടനും ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആ സാധനത്തിലുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 ക്വസ്റ്റ്യൻ. ആ 1-2 ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ ടെൻഷൻ ആണോ, ഒരു ആവശ്യമില്ല. കാരണം അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ കൂളായിട്ട് എക്സാം ചെയ്താൽ വെപ്രാളം, ഞാൻ വീണ്ടും പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി തിട്ടപ്പെടുത്തി വെക്കുക. എക്സാം ചെയ്താൽ കൂളായിട്ട് എഴുതി പോരാ. എനിക്ക് അഥവാ എന്താ പറയുക സീനായാലും ഒരു സീനും ഇല്ല, ലൈഫ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വേറെ ഓപ്പർച്യൂണിറ്റി നോക്കാം, അല്ലെങ്കിൽ ഇത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്, നീറ്റ് എക്സാം ഏതൊരു പൊട്ടനും കിട്ടാവുന്ന എക്സാമാണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പൊട്ടനാണ് എന്നല്ല, നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടില്ല എന്ന് മാത്രമാണ് അർത്ഥമുള്ളത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊരാൾ ഞാൻ വീണ്ടും നിങ്ങൾ +2 മാർക്ക്, 10ാം ക്ലാസ് മാർക്ക്, നിങ്ങളെ 8ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഒന്നിനൊരു വാല്യൂ ഇല്ല, ഒരു വാല്യൂ ഇല്ല. അത് ഒന്നിനും മാറ്റർ ചെയ്യുന്നില്ല. എൻ്റെ ക്ലാസ്സിൽ 70% 60% 99% ഉള്ളവർ എൻ്റെ ക്ലാസ്സിലുണ്ട്, എൻ്റെ ബാച്ചിലുണ്ട്. അപ്പം ഇറ്റ് ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. ഓക്കെ, 60% സത്യമായിട്ടും എൻ്റെ ക്ലാസ്സിലുണ്ട്. അപ്പം
അതൊന്നും എന്തില്ല, അതൊന്നും ഒരു മാറ്ററേ ഇല്ല. നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ റാങ്ക് ചോദിക്കില്ല, നിങ്ങളെ കോട്ട ചോദിക്കില്ല, നിങ്ങളെ +2 മാർക്ക് ചോദിക്കില്ല, നിങ്ങളെ 10ാം ക്ലാസ് ചോദിക്കില്ല, നിങ്ങളെ ഹിസ്റ്ററി ചോദിക്കില്ല, നിങ്ങളെ ഉപ്പാൻ്റെ പണി എന്താ ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. എല്ലാവരും ഒരേപോലെ. മനസ്സിലായോ? അപ്പം ഗീവ് യു ബെസ്റ്റ് ഷോട്ട്. എന്ത് ചെയ്യുക, ചില്ലാക്കി എക്സാം ചെയ്ത് തരാം. ഞാൻ വീണ്ടും പറയാം, ജസ്റ്റ് ഒറ്റ ചാൻസാണ്. ഈ ഒറ്റ ചാൻസ് പോയെന്ന് തീർന്നിട്ടില്ല. സാധാരണ നിങ്ങളുടെ വെറുതെ നിങ്ങൾക്ക് എത്ര വയസ്സാണ്, 18-19 വയസ്സിലായിട്ടുള്ളൂ, എത്ര ജീവിക്കാണ്ട് ഒരു സീനില്ല. ഓക്കെ, ഗീവ് എ ബെസ്റ്റ് ഷോട്ട്, അത്രേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾ ഈ MBBS ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ചാൻസ് മാറിപ്പോവാണ്, നിങ്ങൾ ഈ പഠിച്ചൊന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ലടാ, ഒരിക്കലും വേസ്റ്റ് ആവില്ല. എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച ഇപ്പം BCom പഠിക്കുന്നവന് ഇപ്പം എന്തൊരു ക്ലാസ് എടുക്കുന്നുണ്ട്, അവൻ പഠിച്ച കെമിസ്ട്രി ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആറ്റിറ്റ്യൂഡ് മാത്രമാണ് ഈ സാധനം പഠിച്ച സാധനം ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ചാൾ മുമ്പ് പോയി പറയാൻ ഒരു അറിവുണ്ടായാൽ മാത്രം മതി. ഓക്കെ, ഞാൻ വീണ്ടും പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കും, ഓ സാറിന് എന്ത് ബുദ്ധിയാണ്, സാർ എന്ത് പെട്ടെന്നാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഞാനതൊക്കെ നിങ്ങളൊരു 8ാം ക്ലാസ് പഠിക്കുന്നത്, ഒരു 4ാം ക്ലാസ് പഠിക്കുന്നത്, നിങ്ങൾ 5നെ പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ എന്ത് സിമ്പിളാണ്, ഇത് ഇപ്പോൾ 3 + 4 7 ആണല്ലോ. പക്ഷേ ആ കുട്ടീനെ സംബന്ധിച്ചോളം ആ കുട്ടി എന്താ ചോദിക്കുക, ഓ എൻ്റെ ഇക്ക എന്ത് അടിപൊളിയാണ്. പക്ഷേ നമുക്കറിയാം അത് എത്രത്തോളം സിമ്പിളാണെന്ന്. അതേ സെയിം സാധനം ഇവിടെ കളിക്കുന്നത്. മനസ്സിലായി? ഞാൻ അതൊക്കെ കുറേ പഠിച്ചു പോയതാണ്, നിങ്ങളിത് പഠിച്ചിട്ടില്ല. അതിനുള്ള വ്യത്യാസം മാത്രമാണ്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായത് എത്രത്തോളം സിമ്പിളാണ്. അപ്പം സിമ്പിളായിട്ട് പോയി കൂളായിട്ട് പോയി എക്സാം ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുതരാം. ഞാൻ നിങ്ങൾക്ക് ഈ PDF-ഉം കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ഓക്കെ, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ സൊല്യൂഷൻ നിങ്ങൾക്ക് നെറ്റിൽ സുലഭമായിട്ട് എല്ലാ സൈറ്റിലും ഉണ്ടാകുന്ന പ്രീവിയസ് NEET ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നിർത്താം. നമുക്ക് എന്താണെന്നല്ലേ, 2 spherical bodies of mass M and mass 5m of radius r and 2r are released in free space with initial separation between their centers equal to 12r. എന്താ തന്നിട്ടുള്ളത് ഒരു മാസ് M ഉണ്ട്, അതിൻ്റെ റേഡിയസ് r ആകുന്നു. വേറൊരു മാസ് 5m ഉണ്ട്, അതിൻ്റെ റേഡിയസ് എന്താകുന്നു 2r ആകുന്നു. ഇവർ രണ്ടാളും തമ്മിൽ ഡിസ്റ്റൻസ് എന്താണ്, മൊത്തത്തിലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് എന്താണ്, 12r ആണ്. ഇത് r ആണ്, ഇത് 2r ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഈ ഗ്യാപ്പിൽ ഡിസ്റ്റൻസ് എന്താണ്, 12r ആണ്. ഓക്കെ, 12r ആണ്. അപ്പം ഈ ബാക്ക് ഗ്യാപ്പിൽ ഡിസ്റ്റൻസ് എന്താണ്, 9r ആണ്. ഓക്കെ, ഇഫ് ദേ അട്രാക്ട് ഈച്ച് അതർ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് only then the distance covered by the smaller body before the collision is. അപ്പോൾ ഇവർ രണ്ടും നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഇവർ രണ്ടും അടുത്തേക്ക് വരികയാണ് എന്നുള്ള ഇമാജിനറി കൺസെപ്റ്റ് സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ ഈവൻ സഞ്ചരിക്കുന്ന ഈ സ്മോളർ മാസ് സഞ്ചരിക്കുന്ന ദൂരം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദൂരം എന്ത് എന്നുള്ള സാധനം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ ഒറ്റ ഫോഴ്സേ ഉള്ളൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഫോഴ്സ് F = എന്താടാ, G × M × 5m ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് അല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് എന്താണ്, 12r² അല്ലേ, 12r². ഓക്കെ, ഇതാണ് ഒരേ ഒരു ഫോഴ്സ്. പക്ഷേ ഇതിൻ്റെ ആക്സലേഷൻ നോക്കുമ്പോൾ എന്താടാ, ഇതിൻ്റെ ആക്സലേഷൻ = ഫോഴ്സ് ഡിവൈഡഡ് ബൈ m ആണ്. ഇതിൻ്റെ ആക്സലേഷൻ എന്താടാ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ 5m ആണ്. അപ്പോൾ ആർക്കാണ് ആക്സലേഷൻ കൂടുതൽ, ഈ മച്ചാനാണ് ആക്സലേഷൻ കൂടുതൽ അല്ലേ, ഈ m മാസിനാണ് ആക്സലേഷൻ കൂടുതൽ. ഓക്കെ, അവിടെ നോട്ടെ, ഞാൻ വെറുതെ സങ്കല്പിക്കുകയാണ്. എന്താണ്, ഇവൻ ഒരു x ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഇവൻ എത്ര ദൂരമാണ് സഞ്ചരിക്കാൻ പറ്റുക, 9 - x ദൂരം സഞ്ചരിക്കാൻ പറ്റുള്ളൂ അല്ലേ. മൊത്തം 9 വരെ ഇടയിലുള്ള ഗ്യാപ്പുള്ളൂ. ഇവൻ x ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റുള്ളൂ, 9 - x ദൂരം സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏതാണ്, S = ut + ½ at² എന്നുള്ള ഇക്വേഷൻ കൊടുക്കണം. ഇനീഷ്യലി അവർ റെസ്റ്റിലാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ബോഡി M മാസിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ x = ½ at². ഓക്കെ, മറ്റൊണ്ട് നോക്കുമ്പോഴോ 9 - x = ½ a, ഇത് ഞാൻ m മാസ് 5m മാസ്. ഓക്കെ, at² എന്ന് എഴുതുന്നു. രണ്ടിനും ഡിവൈഡ് ചെയ്യുന്നു. രണ്ടാൾ ടൈം സെയിം ആണ്. കൊളീഷൻ നടക്കുമ്പോൾ രണ്ടാൾക്ക് ഒരേ ടൈം ആയിരിക്കും, ടൈം സെയിം ആണ്. ഹാഫ് വെട്ടിപ്പോയി. അപ്പോൾ x ഡിവൈഡഡ് ബൈ 9 - x = വാട്ട്, a മാസ് m ഡിവൈഡ് ബൈ a 5m. ഈ am എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, f/m ആണ്. ഇതെന്താണ്, f/5m ആണ്. അല്ലെങ്കിൽ am = 5 × a5m ആണ് അല്ലേ. 5 വട്ടം ഇതിൻ്റെ ഇതേ × 5 ആണ് ഇത് അല്ലേ. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x ഡിവൈഡഡ് ബൈ 9 - x = 5
5a5m divided by a5m. a5m വെട്ടി. അപ്പം x is equal to 45 minus 5x അല്ലെങ്കിൽ എന്താടാ 6x is equal to 45 അല്ലെങ്കിൽ എന്താടാ x is equal to 45 by 6 that is equal to 7.5 r. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ 7.5 r. ഓപ്ഷൻ ഈസ് എ. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്ക്, അപ്പം ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഹാവ് അണ്ടർസ്റ്റുഡ് ദ ലെക്ചർ. ഞാൻ പറയട്ടെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്യണം, വേഗം പോവുക, ഗൂഗിളിൽ അടിക്കുക, സാധനം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാതിരിക്കുക. ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ, നല്ല കൺസെപ്റ്റ്, തെർമോഡൈനാമിക്സ് ഇഷ്ടമുള്ള കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഒന്നും എനിക്ക് എത്തിക്കാൻ പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളെ എക്സാമിന് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ചില്ലായിട്ടിരിക്കുക. ഓക്കെ, ഗൂഗിൾ ചെയ്യണം. ഓക്കെ, എന്തായാലും കളയാൻ പറ്റൂടാ, അത്രക്കും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാം എഴുതുക, പാസ്സാവുക, വേഗം കോളേജിലൊക്കെ വരിക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഒരിക്കലും വേസ്റ്റ് ആവില്ല. വീണ്ടും പറയുകയാണ്, നിങ്ങളൊരു പൊട്ടൻകുട്ടി ഒന്നുമല്ല. നിങ്ങളൊരു കൊല്ലം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അതറിയില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കുറേ അറിയാം. നിങ്ങൾ എത്രയ്ക്കോ അതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സാധനമൊക്കെ എന്തായാലും എക്സാം പേപ്പറിൽ വരും. ആകെ നിങ്ങൾ വെപ്രാൾ പെടാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ സിമ്പിൾ സാധനമാണ്. പോവുക, എക്സാം എഴുതുക, ലൈഫ് മാറ്റാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻറ്ററിനോട് ചോദിച്ചാൽ എൻ്റെ നമ്പർ കിട്ടും. നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ എനിക്ക് എന്നെ എന്തിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റയിലോ വാട്സാപ്പിലോ എങ്ങനെ മെസ്സേജ് ചെയ്യാം. നിങ്ങൾ മെൻറ്ററിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക. എപ്പോഴും എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ഫ്രീ ആണ്, എന്താ നിങ്ങൾ ചെയ്തു തന്നിരിക്കും. ഓക്കെ, അപ്പം ചില്ലാക്കാം, എക്സാം ചെയ്യാം. ഓക്കെ, ബൈ. അപ്പം എല്ലാവരും വിട്ടോ. സോ ഇതിൻ്റെ പാസ്വേഡ് എന്താ?